शिव जी कहते हैं डरो मत, डराओ मत, अभय मुद्रा दिखाते हैं, अहिंसा की बात करते हैं, त्रिशूल को जमीन में गाड़ देते हैं। और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य। आप हिंदू हो ही नहीं। हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए, सत्य से पीछे नहीं हटना चाहिए, सत्य से नहीं डरना चाहिए। अहिंसा हमारा प्रतीक है। अब बात समझिए, ये इसलिए चिल्ला रहे हैं क्योंकि तीर जाके दिल में लगा है, दिल में जाके तीर लगा है, इसलिए ये चिल्ला रहे हैं। देखो चुप हो गए, देखिए स्पीकर साहब चुप हो गए सब। ये विषय बहुत गंभीर है, पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है। नहीं 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 नहीं, नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, बीजेपी पूरा हिंदू समाज नहीं है, आरएसएस पूरा हिंदू समाज नहीं है। മോദി അമിത്ഷായെയും ഭരണപക്ഷത്തെയും നിഷ്പ്രഭമാക്കിയ രാഹുൽ ഗാന്ധിയുടെ കടന്നാക്രമണം ലോക്സഭയിൽ കണ്ട ദിവസമാണ്. മോദിക്ക് മുൻപിൽ തലകുനിച്ച സ്പീക്കറെ പോലും വെറുതെ വിടാതെ ആക്രമണം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഗ്നിവീർ, കർഷക പ്രശ്നങ്ങൾ, നീറ്റ്, മണിപ്പൂർ, നോട്ട്ബന്ദി എന്ന് വേണ്ട പോയ പ്രചരണകാലത്ത് ഉയർന്ന എല്ലാ വിഷയങ്ങളും എണ്ണിയെണ്ണി പറഞ്ഞ് രാഹുലിനെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി അടക്കം മന്ത്രിമാരൊട്ടാകെ ഇറങ്ങിയിട്ടും പ്രതിപക്ഷ നേതാവ് ആദ്യ പ്രസംഗത്തിൽ രാഹുൽ സഭയിൽ തീ പോലെയാളി. ഹിന്ദുക്കളുടെ പേരിൽ നിങ്ങൾ വെറുപ്പ് പടർത്തുകയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശം പിടിവള്ളുകയാക്കുകയാണ് ബി.ജെ.പി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭയിൽ കരുത്തറിയിക്കുകയാണോ രാഹുൽ ഗാന്ധി? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ജിൻഡോ ജോൺ, ശ്രീ സന്ദീപ് വാര്യർ, കർഷക നേതാവ് ശ്രീ കെ വി ബിജു, മാധ്യമപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചൂടി എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ സന്ദീപ് വാര്യർ, ഇലക്ഷൻ പ്രചരണത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഒരു ചാനൽ ചർച്ചയിൽ 3-4 മാധ്യമപ്രവർത്തകർ നൽകുന്ന അഭിമുഖത്തിൽ ഈ മാധ്യമപ്രവർത്തകർ മോദിയോട് ചോദിക്കുന്നു, രാഹുൽ ഗാന്ധി പറഞ്ഞതിന് പേര് എന്താണ് ചോദ്യം? അപ്പം നരേന്ദ്രമോദിയുടെ മറു ചോദ്യം, കോനെ രാഹുൽ ആരാ എന്ന് ചോദിക്കുന്നു. എല്ലാവരുടെ കൂട്ടച്ചിരി. ഇന്ന് സഭയിൽ രാഹുൽ ആരാണെന്ന് ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലായ, നിങ്ങൾ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വല്ലാത്ത ദിവസമായി പോയോ? സന്ദീപ് വാര്യർ. ഹാഷ്മി, നമ്മുടെ പാർലമെന്ററി രംഗത്ത് ചരിത്രത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നന്ദി പ്രമേയ ചർച്ച നടക്കുന്നത് ഇതാദ്യമായിട്ടല്ല. രാജ്യം നിരവധി പ്രതിപക്ഷ നേതാക്കളെ കണ്ടിട്ടുണ്ട്. 69 മുതലാണ് രാജ്യത്ത് പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടാകുന്നത്. ആ പ്രതിപക്ഷ നേതാക്കൾ ധാരാളം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന പദവിക്ക്, ഭരണഘടനാ പദവിക്ക് ഒരു അന്തസത്ത നമ്മുടെ ജനാധിപത്യത്തിൽ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്, പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം 2 സഭകളെ ചേർത്തിട്ടുള്ള സംയുക്ത സമ്മേളനത്തിൽ കഴിഞ്ഞാൽ അതിനുശേഷം നടക്കുന്ന നന്ദി പ്രമേയ ചർച്ചയിൽ ആ പ്രസംഗത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് സാധാരണ സംസാരിക്കേണ്ടത്. അതാണ് കീഴ്വഴക്കം. അതിലപ്പുറം ഇന്നേ വരെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവും പോയിട്ടില്ല, ഒരു ഭരണപക്ഷവും പോയിട്ടില്ല. അതൊരു കീഴ്വഴക്കമാണ്, രാഷ്ട്രപതിയോട് കാണിക്കേണ്ട ആദരവിന്റെ ഭാഗം കൂടിയാണ്. പക്ഷേ അതിനപ്പുറം ഞാൻ പറയുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഒട്ടും മെച്യൂരിറ്റി ഇല്ലാതെ, താൻ ഒട്ടും ഇപ്പോഴും മെച്യൂർ ആയിട്ടില്ല എന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഇന്നത്തെ പ്രകടനങ്ങൾ വാസ്തവത്തിൽ, അതിലെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം, പക്ഷേ അതിന്റെ ആമുഖമായി പറയട്ടെ, വാസ്തവത്തിൽ നമ്മുടെ ജനാധിപത്യ മര്യാദകളുടെ എല്ലാ സീമകളെയും അതിലംഘിക്കുന്നതായിരുന്നു, അപമാനിക്കുന്നതായിരുന്നു. നമ്മുടെ ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ നമ്മുടെ പാർലമെന്റിനകത്ത് ഒരു പ്രതിപക്ഷ നേതാവും പെരുമാറിയിട്ടില്ലാത്ത രീതിയിൽ അതിന്റെ അന്തസ്സത്തയെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഓരോ പരാമർശങ്ങളും. ഒന്നിനു പിറകെ ഒന്നായി കഴിഞ്ഞ 10 വർഷം സഭയിൽ പ്രതിപക്ഷ ശബ്ദം ഉണ്ടായിരുന്നില്ല. സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവിന് അനുവദിച്ചു കൊടുത്തിട്ടില്ല, സഭയിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ അനുവദിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ കീഴ്വഴക്ക ലംഘനങ്ങളുടെ പരകോടിയിൽ രാഹുൽ ഗാന്ധി ഇന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുലിന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണ്, സഭയിൽ പ്രതിപക്ഷം വരുന്ന ആളിൽ എന്താകും എന്ന് പറയുന്നത് എങ്ങനെയാണ് ബി.ജെ.പിക്ക് കീഴ്വഴക്ക ലംഘനമാവുന്നത്? ബി.ജെ.പി എങ്ങനെയാണ് കീഴ്വഴക്കത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുക? ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളെ അനുവദിച്ചു കൊടുക്കുക എന്നൊരു കീഴ്വഴക്കമില്ല. പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുന്നത്
ഒരു പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവാകാൻ തക്കവണ്ണമുള്ള സീറ്റുകളുടെ എണ്ണം കിട്ടുമ്പോഴാണ്. ആ സീറ്റുകളുടെ എണ്ണമില്ലാത്തത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവില്ലായിരുന്നത്. അല്ല, ഞങ്ങൾക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യതയില്ല. ഇത്തവണ എണ്ണമുണ്ട്. സഭയിൽ നോക്കൂ സന്ധി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 2 തവണ എഴുന്നേക്കേണ്ടി വരികയാണ്. അമിത്ഷായ്ക്ക് 5 തവണ എഴുന്നേക്കേണ്ടി വരികയാണ്. അവിടെ കിരൺ റിജിജുവിന് 7 തവണ എഴുന്നേക്കേണ്ടി വരികയാണ്. രാജ്നാഥ് സിംഗിന് 2 തവണ എഴുന്നേക്കേണ്ടി വരികയാണ്. ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മന്ത്രിമാർ ഒന്നാകെ പ്രതിരോധം തീർക്കും. എന്റെ ചോദ്യം അതാണ്, കോൻ ഹേ രാഹുൽ എന്ന നരേന്ദ്രമോദിയുടെ ചോദ്യത്തിന് രാഹുൽ ആരാണെന്ന് സഭ ബോധ്യപ്പെടുത്തിക്കൊണ്ട ദിവസമല്ലേ സന്ദീപ് ഇന്ന്? ഹാഷ്മി, എനിക്ക് അറിയില്ല ഹാഷ്മി, ഇതിനു മുമ്പൊക്കെ നടന്നിട്ടുള്ള സഭകൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ധാരാളമായിട്ട് ഒരുപക്ഷെ തത്സമയ സംപ്രേഷണം തുടങ്ങിയ കാലഘട്ടം തൊട്ട് സഭയിൽ നടക്കുന്ന ചർച്ചകൾ പതിവായി വീക്ഷിച്ചിട്ടുള്ളയാളാണ്. അവിടെ ശ്രീ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലും ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രതിപക്ഷത്തുണ്ടായിരുന്ന കാലഘട്ടത്തിലും ശ്രീ സുഷമ സ്വരാജ് പ്രതിപക്ഷത്തുണ്ടായിരുന്ന കാലഘട്ടത്തിലും അദ്വാനിജി പ്രതിപക്ഷത്തുണ്ടായിരുന്ന കാലഘട്ടത്തിലുമൊക്കെ നിരവധിയായിട്ടുള്ള സംവാദങ്ങൾ, ദൈക്ഷണ്യ മേഖലയിൽ തന്നെ നല്ല ഉയർന്ന നിലവാരത്തിലുള്ള സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രധാനമന്ത്രിമാർ എണീറ്റ് നിൽക്കാറുണ്ട്, മന്ത്രിമാർ എണീറ്റ് നിൽക്കാറുണ്ട്, മറുപടികൾ കൊടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിവിടെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാർക്കും മറുപടി കൊടുക്കേണ്ടി വന്നത് അസത്യപ്രചരണത്തിനും പച്ചക്കള്ളത്തിനും. ഒരു നരസിംഹറാവു ചോദിച്ചിട്ടില്ല ആരാണ് വാജ്പേയി എന്ന്, ഒരു വാജ്പേയി ചോദിച്ചിട്ടില്ല ആരാണ് നരസിംഹറാവു എന്ന്. ഒരു പ്രതിപക്ഷ ബഹുമാനം ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഈ പറയുന്ന പ്രചരണകാലത്തുടനീളം രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തനായി നിൽക്കുമ്പോഴും അങ്ങേയറ്റം പരിഹാസം ഉന്നയിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരാണ് രാഹുൽ എന്ന് കളിയാക്കായിരുന്നു. രാഹുൽ ആരാണെന്ന് സഭയിൽ ബോധ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ അച്ഛനിൽ നിന്നായിരിക്കാം ഇപ്പോഴത്തെ ആളുകൾ രാഷ്ട്രീയം പഠിച്ചത്. കാരണം ഇതേ രാഹുൽ ഗാന്ധിയുടെ അച്ഛനാണ് പ്രതിപക്ഷത്തിരുന്ന BJP-ക്കാരെ നോക്കിക്കൊണ്ട് നാം 2 നമുക്ക് 2 എന്ന് ആക്ഷേപിച്ചത്, ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ഇതിന്റെ ധാർമ്മികതയൊന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറയാം, ഇന്ന് അവിടെ നടത്തിയിട്ടുള്ള പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് നടത്തിയിട്ടുള്ള നേരത്തെയുള്ള രാഹുൽ ഗാന്ധിയല്ല, പുറത്തു പോയി പച്ചക്കള്ളങ്ങൾ പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധിയല്ല, സഭയ്ക്കകത്ത് വന്ന് ഉത്തരവാദിത്തോടുകൂടി പെരുമാറേണ്ട രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് എന്നല്ലേ പെരുമാറേണ്ട രാഹുൽ ഗാന്ധി, മതവിദ്വേഷം വമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക, പച്ചക്കള്ളം പറയുക. അഗ്നിവീർ പദ്ധതിയെ കുറിച്ച്, അഗ്നിവീർ പദ്ധതിയിൽ ബലിദാനികളാവുന്ന സൈനികരുടെ കുടുംബങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടില്ല എന്ന അസത്യ പ്രചരണം, പച്ചക്കള്ളം ഇന്ത്യൻ സൈന്യം തന്നെ നിഷേധിച്ചിട്ടുള്ള കാര്യം, ഇന്ന് പാർലമെന്റിനകത്ത് പ്രതിരോധ മന്ത്രി അസന്നിഗ്ധമായി പ്രസ്താവിച്ചിട്ടുള്ള കാര്യം, ആ കാര്യത്തിൽ പച്ചക്കള്ളം നടത്തുമ്പോൾ, രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുമ്പോൾ, രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നുണപ്രചരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇരിക്കുന്ന രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അത് എണീറ്റ് നിന്ന് പ്രതിരോധിക്കേണ്ട ബാധ്യത പ്രധാനമന്ത്രി അടക്കം ഓർക്കണ്ട. ഒന്ന്. രണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്നേ വരെ ഒരു പ്രതിപക്ഷ നേതാവും ഒരു മതവിശ്വാസത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇതുപോലെ സംസാരിച്ചിട്ടില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? जो लोग अपने आप को हिंदू कहते हैं वो लोग 24 घंटे नफरत, हिंसा और झूठ फैलाते हैं. ഇതെങ്ങനെയാ സംസാരിക്കാൻ സാധിക്കും? അമിത് മാളവ്യ കട്ട് ചെയ്ത കള്ളത്തിൽ കാണിക്കരുത്. അമിത് മാളവ്യ കട്ട് ചെയ്തിട്ട കള്ള വീഡിയോ എടുത്ത് കാണിക്കരുത്. അത് മൊത്തം കേൾക്കണം. അല്ലത് മൊത്തം കേക്ക്. അമിത് മാളവ്യ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ട് വീഡിയോ കേൾപ്പിക്കരുത്. അത് മൊത്തം കേൾക്കണം. ഞാൻ തത്സമയ സംപ്രേഷണം കണ്ടതാണ്. അത് മൊത്തം കേട്ടോ? ഞാനത് തത്സമയ സംപ്രേഷണം സന്ദീപ് അത് മൊത്തം കേട്ടോ? ഞാൻ കേട്ടതാണ്, ഞാൻ കണ്ടതാണ്. എന്താണ് പറയുന്നത്? ഞാൻ കണ്ടതാണ്. ഞാൻ അതേ വാചകമാണ് പറയുന്നത്. ഈ വാചകം പറഞ്ഞത് ഉടനെയാണ് പ്രധാനമന്ത്രി എണീറ്റ് നിന്നത്. ഈ വാചകം പറഞ്ഞ അതേ സെക്കൻഡിലാണ് പ്രധാനമന്ത്രി എണീറ്റ് നിന്ന് തന്റെ ഒബ്ജക്ഷൻ അവിടെ സൂചിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആ ഹിന്ദു എന്ന വാക്കങ്ങ് മാറ്റിയിട്ട് ജോ ലോഗ് അപ്നെ ആപ് കോ ഇസ്ലാം കഹത്തെ ഹൈ वो लोग 24 घंटे नफरत, हिंसा और झूठ फैलाते हैं എന്ന് ഒരു BJP-കാരനായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആഷ്മിയുടെ സ്വഭാവം മാറുമായിരുന്നു. ഒരു മാറ്റവും താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുക. സന്ദീപ് വാര്യരും നരേന്ദ്രമോദി അമിത്ഷാ തെറ്റിദ്ധരിപ്പിക്കുക. കഴിഞ്ഞ പ്രചരണകാലത്തുടനീളം ഹിന്ദു മുസ്ലിം എന്ന് കടുത്ത വർഗീയത പറഞ്ഞ നിങ്ങൾ പിന്നെയും വർഗീയത ഉണ്ടാക്കാൻ നോക്കുക. കഴിഞ്ഞ പ്രചരണകാലത്തുടനീളം പ്രധാനമന്ത്രി ഒരുപക്ഷെ അത് ഇവിടെ പറഞ്ഞാൽ PIB ഇടപെടും. കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ കേക്ക് സന്ദീപേ, ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ കഴിയാത്ത കൊടിയ വർഗീയത പറഞ്ഞ ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രചരണകാലത്തുടനീളം കൊടിയ വർഗീയത പറഞ്ഞ ആളാ. ആ വർഗീയത ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും കേൾപ്പിക്കാൻ പറ്റില്ല. PIB ഇടപെടും. പ്രധാനമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. എന്തുണ്ടായും നമുക്കറിയാം. ഇലക്ഷൻ കമ്മീഷൻ അതിലൊരു തകരാറ് കണ്ടെത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പരാമർശങ്ങളോ, രാഹുൽ ഗാന്ധി ഹിന്ദു വിഭാഗത്തിനെതിരായി നിരന്തരമായി അസത്യ പ്രചരണവും ആക്ഷേപം നടത്തിയയാളാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും. ഇദ്ദേഹത്തിന്റെ തന്നെ ആഭ്യന്തരമന്ത്രി എന്ന സുശീൽ കുമാർ ഷിൻഡെയാണ് പാർലമെന്റിന് പുറത്തിറങ്ങിയതുകൊണ്ട് ഹിന്ദു തീവ്രവാദം എന്ന സംശയം ഉപയോഗിച്ചത്. മാപ്പ് പറയേണ്ടി വന്നില്ല കോൺഗ്രസ്. ഞാൻ ജിൻഡോയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇന്ന് രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞ ആ ഭാഗം മാത്രം ഒന്ന് കേൾപ്പിക്കാവോ? शिव जी कहते हैं डरो मत, डराओ मत, अभय मुद्रा दिखाते हैं,
अहिंसा की बात करते हैं, त्रिशूल को जमीन में गाड़ देते हैं, और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य. ജിൻഡോ അത് വളച്ചൊടിക്കലാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവാത്തെ അതിന് മുമ്പ് എന്താ പറയുന്നത്? जो लोग अपने आप को हिंदू कहते हैं, संदीप वो लोग 24 घंटे नफरत और झूठ ഇവിടെ ശിവഭഗവാന്റെ ചിത്രവുമായി എത്തി ശിവന്റെ അഭയമുദ്ര അഹിംസയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളുടെ പേരിൽ ഇവിടെ നിങ്ങളുടെ ഹിന്ദുക്കളുടെ പേരിൽ വിദ്വേഷം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞത്. വളച്ചൊടിക്കല്ലേ? ജിൻഡോ ശരി, ജിൻഡോ സാർ വെറുപ്പ് പറയുന്നവർ ഹിന്ദുക്കളാണെന്നാ പറഞ്ഞത്. വെറുപ്പ് പറയുന്നവർ ഹിന്ദുക്കളല്ലെന്നാ പറയുന്നത്. ഹിന്ദുക്കളുടെ കാര്യം നിങ്ങൾ പറയണ്ട. അങ്ങ് ബി ജെ പി അഭിമാനത്തോടെ ഹിന്ദു എന്ന് പറയും. ഇതില് സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾ ആരും യോഗ്യരല്ല. കാരണം എൻ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ചാപ്പ് കൊത്താൻ നമുക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പ്രസംഗിച്ച വാചകത്തിൽ ഒരു ഒറ്റ വാചകം എടുത്തിട്ട് സന്ദീപ് വാര്യർ ഹിന്ദി എഴുതിക്കൊണ്ടെന്ന് വായിക്കുകയാണ്. അതിന് മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്, സത്യത്തെക്കുറിച്ച് പറയാതെ അസത്യം മാത്രം പറയുന്ന ഒരാൾ ഹിന്ദു അല്ല എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? അങ്ങനെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഹിംസയെക്കുറിച്ച് മാത്രം പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു, പക്ഷെ അഹിംസയെക്കുറിച്ച് പറയാതെ. അപ്പോൾ നിങ്ങൾ ഒരു യഥാർത്ഥ ഹിന്ദു അല്ല. യഥാർത്ഥ ഹിന്ദു എന്ന് പറഞ്ഞാൽ അഹിംസയിൽ അടിയുറച്ച് ജീവിക്കണം. ഈ രാജ്യത്തെ ഹിന്ദുത്വത്തിന്റെ തീർന്നു തന്നിട്ടില്ല. സന്ദീപ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അയോധ്യ നിങ്ങളുടെ ഇരുന്നേനെ, സീതാപൂർ നിങ്ങളുടെ ഇരുന്നേനെ, ശ്രാവസ്തി നിങ്ങളുടെ ഇരുന്നേനെ. അയോധ്യ ഇല്ല, സീതാപൂർ ഇല്ല, ശ്രാവസ്തി ഇല്ല. ഇതൊക്കെയാണ് ഈ പറഞ്ഞ നിങ്ങളുടെ ഇരുന്നേനെ. സന്ദീപ് ഇന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ ഏത് രാഹുൽ എന്ന് കുറെ കാലം മുമ്പ് ആക്ഷേപിച്ച നരേന്ദ്രമോദി, അതുപോലെ അമിത്ഷാ, അതുപോലെ രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ സ്പീക്കർ അടക്കമുള്ള 5ഓളം ആളുകളാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് എതിർക്കാൻ വേണ്ടി രംഗത്ത് വന്നത്. ഒരേ ഒരു രാഹുൽ ഗാന്ധിയെ അതേ നിലപാടിൽ സന്ദീപ് എടുക്കല്ലേ? സന്ദീപ് സംസാരിച്ചപ്പോൾ ഞങ്ങൾ മിണ്ടാതെന്ന് കേട്ടില്ലേ? ഇനി കേൾക്കാനുള്ള ജനാധിപത്യ മര്യാദ കാണിക്കൂ. ഞങ്ങൾ പറയട്ടെ, ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ച് താങ്കൾ കുറെ കാലമായിട്ട് പറയുന്നല്ലേ, ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എന്താണ് അസത്യമെന്ന് നിങ്ങൾ പറയൂ. എന്താണ് മതവിദ്വേഷം എന്ന് പറയൂ. നിങ്ങൾ മതവിദ്വേഷം പറയുമ്പോൾ, ഏതെങ്കിലും മതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവങ്ങളുടെ പേരിൽ മതവിദ്വേഷം പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് ഒരു പ്രാക്ടീസിങ് ഹിന്ദു ആയിട്ടുള്ള രാഹുൽ ഗാന്ധി പറയുന്നു. അതിനെ നിങ്ങൾക്ക് വസ്തുതാപരമായിട്ട് എതിർത്ത് സംസാരിക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് പറയുക. ഡാനിഷ് അലി എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ MBA, ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സെഷനിൽ അദ്ദേഹത്തെ വർഗീയവാദി, തീവ്രവാദി എന്ന് പറഞ്ഞത് BJPയുടെ MP ആയിരുന്നു. നരേന്ദ്രമോദി അത് കേട്ടില്ലേ? അന്ന് ഇടപെട്ടോ? അന്ന് ഇതേ സ്പീക്കർ തന്നെയായിരുന്നല്ലോ, ഇടപെട്ടോ? അന്ന് സന്ദീപ് വാര്യർ എവിടെയായിരുന്നു? താങ്കളും അന്ന് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തില്ലേ? എന്തെങ്കിലും പറയാൻ സാധിച്ചോ? അപ്പൊ നിങ്ങൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ സ്യൂഡോ ഹിന്ദുക്കൾ എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള വ്യാജ ഹിന്ദുക്കളെ ഇന്ത്യൻ പാർലമെന്റിൽ തുറന്നു കാണിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ചെയ്തത്. ശരി, ഞാൻ KV ബിജു, ഇവിടെ 700 കർഷക ആത്മഹത്യകളെ 700 കർഷകർ രക്തസാക്ഷികളായതിനെ പറ്റി രാഹുൽ ഗാന്ധി സഭയിൽ പറയുന്നുണ്ട്. അക്തിവറിനെ കുറിച്ച് പറയുന്നുണ്ട്, വനിതകളെ കുറിച്ച് പറയുന്നുണ്ട്, ഇവിടുത്തെ ജോലിയില്ലായ്മയെ കുറിച്ച് പറയുന്നുണ്ട്, തൊഴിലില്ലായ്മയെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലാക്കലിൽ രാജ്യത്തെ വിവിധ സാമൂഹിക സെക്ഷനിൽ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് ഒഴിച്ച് ബാക്കി എല്ലാവരെ കുറിച്ച് രാഹുൽ ഇന്ന് 1.5 മണിക്കൂർ സംസാരിച്ചു. അത് ഈ ഒരു മണിക്കൂർ ഈ ഒരു ഒറ്റ ലൈനിലേക്ക് ചുരുക്കി കെട്ടാൻ BJPക്ക് ആയുധം കൊടുക്കലായോ സഭയിൽ രാഹുൽ ഗാന്ധിയുടെ ആ പരാമർശം? ബിജു, അല്ല, എനിക്ക് പ്രതിപക്ഷം ശക്തിപ്പെട്ടതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ്. ഞാൻ UPA സർക്കാരിൻ്റെ കാലത്ത് മുതൽ തുടർച്ചയായി കർഷക സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നതാണ്. UPA സർക്കാരിൻ്റെ കാലത്ത് പാൽപ്പൊടിയുടെ ഇറക്കുമതിയുടെ പ്രശ്നം, അത് കഴിഞ്ഞിട്ട് ഇൻഡോ യൂറോപ്യൻ യൂണിയൻ കരാറ്, ഞങ്ങൾക്ക് കേവലം 2
ചെറിയ സമരങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ അന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് NDA വരുന്നു. NDA 2014 വന്നതിന് ശേഷം ആദ്യം തന്നെ ലാൻഡ് അക്വസിഷൻ്റെ ബില്ല് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം RCP കരാർ വരുന്നു. ഒരു കേന്ദ്രീകൃത പാർട്ടി സംവിധാനം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെയധികം തന്നെ കഷ്ടപ്പെടേണ്ടി വരുന്നു. ഞങ്ങൾക്ക് വലിയ സമരങ്ങൾ നടത്തേണ്ടി വരുന്നു. അതിൽ കൂടുതൽ ഏകാധിപതിയായിട്ട് കൂടുതൽ സീറ്റ് കിട്ടി BJP അധികാരത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ അതേപോലെ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയോ നീണ്ട സമരം ഞങ്ങൾക്ക് നടത്തേണ്ടി വരുന്നു. ആ സമരഭൂമിയിലെ 700ഓളം ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏത് കേഡർ സംവിധാനം അത് CPMൻ്റെ ആയിക്കോട്ടെ BJPയുടെ ആയിക്കോട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന വലിയ ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണാധികാരികൾ വരുന്നത് ഇന്ത്യക്ക് ദോഷമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രതിപക്ഷം എപ്പോഴും ശക്തമായിരിക്കേണ്ടത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമാണ്. ഇന്ന് അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടായതിൽ ഞങ്ങൾ വളരെയധികം തന്നെ സന്തോഷിക്കുന്നു. ആ ഒരു തിരിച്ചടി BJPക്ക് കേന്ദ്രത്തിൽ നൽകുന്നതിന് ഞങ്ങളുടെ സമരം വളരെയധികം സഹായിച്ചു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. അതുമാത്രമല്ല, ഇനിയായാലും നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ സംഘടനകളിൽ ചർച്ച ചെയ്യുന്ന സംവിധാനങ്ങൾ ആ സംഘടനകളിൽ നിലനിൽക്കാൻ വേണം. മുൻപ് വാജ്പേയിയുടെ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, വാജ്പേയിയുടെ സാമ്പത്തിക നയത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ തന്നെ സമരത്തിന് വന്നു. പക്ഷേ ഇന്ന് മോഡി അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് സംഘപരിവാർ സംഘടനകൾ തന്നെ നപുംസകങ്ങളെ പോലെ സ്വന്തം ആശയങ്ങൾ അടിയറവ് പറഞ്ഞ് ഒരു ഏകാധിപതിയുടെ മുന്നിൽ തലകുനിച്ച് മടക്കിയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. രാഷ്ട്രീയ ശരികളുടെ കാലത്ത് നപുംസകം എന്ന വാക്ക് അല്ല, അപ്പൊ അതുകൊണ്ട് അല്ല ഞാൻ പറയേണ്ടുന്ന ശരിയല്ല. അല്ല, നിങ്ങൾ പ്രകടിപ്പിക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അല്ല പലതും നിങ്ങളും പറയുന്നുണ്ട്. വിഭാഗത്തെ ആക്ഷേപിക്കുന്നതാണ്. LGBT കമ്മ്യൂണിറ്റി ആക്ഷേപിക്കുന്നതാണ്. പറഞ്ഞു തീർക്കട്ടെ. അല്ല, അത് അദ്ദേഹം പിൻവലിക്കട്ടെ. LGBT കമ്മ്യൂണിറ്റി ആക്ഷേപിക്കുന്ന വാക്കാണ്. അത് പിൻവലിക്കൂ. LGBT കമ്മ്യൂണിറ്റി ആക്ഷേപിക്കുന്ന വാക്കാണ്, പിൻവലിക്കണം. ഇവിടെ രാജ്യത്തെ പ്രധാന ന്യൂനപക്ഷങ്ങളെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു പ്രചരണകാലത്ത് തുടങ്ങിയത്. ഇവിടെ ഈ രാജ്യത്ത് പ്രചാരണകാലത്ത് രാജ്യത്തെ ഒരു ന്യൂനപക്ഷത്തെ കടന്നാക്രമിച്ചു, അധിക്ഷേപിച്ചു, എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയ ശരി കാണാത്ത സന്ദീപ് ഇപ്പൊ രാഷ്ട്രീയ ശരി കാണുന്ന സന്തോഷം. LGBT കമ്മ്യൂണിറ്റിയെ പറയാണ് LGBT കമ്മ്യൂണിറ്റി തടയേണ്ട ഹാഷ്മി. അത് തടയാതെ സന്ദീപ് രാഷ്ട്രീയ ശരിയെ കുറിച്ച് പറഞ്ഞ രസമുണ്ട്. സന്ദീപ് രാഷ്ട്രീയ ശരിയെ പറ്റി പറഞ്ഞത് ശരിയുണ്ട്. സന്ദീപ് രാഷ്ട്രീയ ശരിയെ പറ്റി പറഞ്ഞത് കേൾക്കാൻ രസമുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാണ്. ബിജു പിൻവലിക്കണം. അത് പിൻവലിക്കാൻ അത് ബാധ്യത താങ്കൾക്കുണ്ട്. അല്ല, ബിജു പറഞ്ഞു അല്ല, നപുംസകം എന്ന് ആരെങ്കിലും വിളിക്കുന്നത് അത് LGBT കമ്മ്യൂണിറ്റിയെ ആ സംഘടനയിൽ ജനാധിപത്യം വേണം. ജനാധിപത്യം സന്ദീപ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. നിങ്ങളെ പദം പിൻവലിക്കൂ. വേണം ജനാധിപത്യം. നിങ്ങളെ പ്രയോഗിച്ച പദം തെറ്റാണ്. പിൻവലിക്കൂ. സംവിധാനത്തിൽ അല്ല, ഞാൻ പിൻവലിക്കില്ല. ഞാൻ ഞാൻ പറഞ്ഞ സന്ദീപ് രാജ്യത്തെ ഒരു പ്രധാന വിഭാഗത്തെ അധിക്ഷേപിച്ചാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പിന്നാണോ ഒരു KVP പറഞ്ഞ രാഷ്ട്രീയ ശരികേടാണ്. അത് രാഷ്ട്രീയ ശരികേടാണ്. അത് ഒരു തർക്കമാക്കരുത്. ഇല്ലാന്ന് ഒരു തർക്കമാക്കരുതില്ല. അല്ല, തെറ്റാണ്. ഒരു തർക്കമില്ല, തെറ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞു സന്ദീപ് രാഷ്ട്രീയ ശരിയെ പറ്റി പറയുന്നതിന് ഞാൻ പറയായിരുന്നു. ബിജു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് LGBT കമ്മ്യൂണിറ്റി രാഷ്ട്രീയ ശരിയല്ലേ? താങ്കൾ രാഷ്ട്രീയ ശരിയെ പറ്റി പറയല്ലേ? എല്ലാവരും രാഷ്ട്രീയ ശരിയെ പറ്റി എല്ലാ കാലവും പറയണം. അല്ല, ബിജു നപുംസകം എന്ന വാക്ക് എനിക്ക് യോജിപ്പില്ല. യോജിക്കാൻ കഴിയോ? നിങ്ങളുടെ ചാനലിന്റെ പോളിസിയാണോ? അല്ല, 24 ചാനലിന്റെ പോളിസിയാണോ അത്? സർ, രാഷ്ട്രീയ നമ്മുടെ രാജ്യത്തെ വിശദീകരിക്കുകയാണ്. വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ പ്രയോഗം പിൻവലിക്കും. എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നിങ്ങൾ മോദിയെ പറഞ്ഞോ. പക്ഷെ നിങ്ങൾ എന്തിനാണ് LGBT കമ്മ്യൂണിറ്റി അധിക്ഷേപിക്കുന്നത്? KV ബിജു പറയുന്നതിൽ അസോസിയേഷൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ല, പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അമാന്യമായിട്ടുള്ള സമീപനമല്ലേ?
ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിലെ നപുംസകങ്ങളെ കുറിച്ചിട്ടാണ്. ആ ആ രാഷ്ട്രീയത്തിലെ സ്വന്തം വീണ്ടും നിലപാടുകളിൽ ആ ഉറച്ചു വീണ്ടും അദ്ദേഹം പ്രയോഗം നടത്തുന്നു. നിൽക്കാതെ രാജ്യ താല്പര്യം ബലികെടുക്കുന്ന സംഘപരിവാർ സംഘടനകളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. മുമ്പ് വാജ്പേയിയുടെ സർക്കാരിന്റെ കാലത്ത് പൂർണ്ണമായിട്ടും എതിർത്ത സംഘടനകൾ മുഴുവൻ തന്നെ മോഡി വന്ന സമയത്ത് സംഘടനയിൽ ഏകാധിപത്യമായി ഒരാൾ പോലും ആ സ്വന്തം സംഘടനയിൽ തന്നെ സംഘപരിവാർ സംഘടനയിൽ തന്നെ മുമ്പ് എതിർത്തിട്ടുള്ള കാര്യങ്ങൾ, മുമ്പ് സമരം ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അപ്പാടെ മാറിയിട്ട് ഒരേ ഏകാധിപത്യയുടെ മുന്നിൽ പഞ്ചപുച്ഛം അടച്ചു നിൽക്കുന്നു. ആ ഒരു സംവിധാനത്തിന് മാറ്റം വരാനായിട്ട് പ്രതിപക്ഷം ശക്തിപ്പെട്ടത് വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി, നമ്മൾ പൊളിറ്റിക്കലി ചാർജഡ് ആയ ഒരു കാലത്ത് ഈ എന്താണ് നപുംസകം എന്ന വാക്കൊക്കെ അത്തരത്തിൽ ആരെങ്കിലും അധിക്ഷേപിക്കാൻ അങ്ങനെ പറഞ്ഞുകൂടാ എന്ന നിലപാടിന്റെയും ഞാൻ അങ്ങനെയൊക്കെ താമസിക്കുകയും ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇന്നിപ്പോ സഭയിൽ സ്പീക്കർ ഇത്രകാലം നമ്മൾ സ്പീക്കർക്കെതിരെ ആരും പറഞ്ഞു കേട്ടില്ല. സ്പീക്കറോട് രാഹുൽ ഗാന്ധി പറയുകയാണ്, സ്പീക്കർ സാർ, ഞാൻ ഷെയ്ക്കാൻഡ് തരുമ്പോൾ താങ്കൾ നിവർന്നു ഷെയ്ക്കാൻഡ് തരുന്നു, എന്നാൽ മോഡി തരുമ്പോഴൊക്കെ താങ്കൾ കുനിയുകയാണ്. അപ്പോൾ സ്പീക്കറുടെ മറുപടിയും എന്താണ്, പ്രായത്തിൽ മൂത്തവരെ വലിയ ആൾക്കാരെ ബഹുമാനിക്കുന്ന രീതി. അപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി, സാർ ഈ സഭയിലെ ഏറ്റവും ഉന്നതൻ താങ്കളാണ്, താങ്കൾക്ക് കീഴിലാണ് ഞങ്ങൾ എല്ലാവരും എന്ന് പറയണം. അപ്പോൾ ഒരു പാകം വന്ന പ്രതിപക്ഷ നേതാവായി പരിണമിച്ചിട്ടുണ്ടോ രാഹുൽ ഗാന്ധി? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് സ്പീക്കറെ കുറിച്ച് പറഞ്ഞതും സ്പീക്കറെ ആക്രമിച്ചതും അത് വളരെ കുറിക്കുകൊള്ളുന്ന ഒരു സന്ദർഭം. അത് അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 20 മിനിറ്റ് ആ സ്പീച്ചിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരാമർശം അതായിരുന്നു. കാരണം നമ്മൾക്കറിയാം, കുറേ കാലമായിട്ട് സ്പീക്കർ ഓം ബിർള അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഒരു സേവകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രി എന്നൊക്കെ നിലയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. സ്പീക്കർ എന്ന നിലയ്ക്ക് ആ ലോക്സഭയിൽ അസേർട്ട് ചെയ്യാൻ ഒരു അവസരം അദ്ദേഹം ഒരിക്കലും വിനിയോഗിക്കാറില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും വളരെ പക്ഷപാതപരമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ കോണ്ടക്ട് ഒരു സ്പീക്കർക്ക് ഒരിക്കലും ചേരാത്ത രീതിയിലാണ് ശ്രീ ഓം ബിർള പ്രവർത്തിച്ചിരുന്നത്. 145 MP-മാരെ ഒരേ സമയം നിഷ്കരുണം സസ്പെൻഡ് ചെയ്യുക. മഹുവ മൊയ്ത്രയുടെ കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിന് BJP പാർട്ടി അദ്ദേഹത്തോട് പറയുന്ന കാര്യങ്ങളെല്ലാം ശിരസാ വഹിക്കുക എന്ന രീതിയിൽ വെറും ഒരു റബ്ബർ സ്റ്റാമ്പിൻ്റെ രീതിയിൽ തരം താണ ഒരു സ്പീക്കറായി ശ്രീ ഓം ബിർള പരിണമിച്ചിരുന്നു. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുടെ കന്നി പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവായി മാറിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കന്നി പ്രസംഗത്തിൽ ഈ കാര്യം ഓർമ്മിപ്പിച്ചതും ഓം ബിർളയുടെ അതിനോടുള്ള പ്രതികരണം, ഞാൻ എന്നേക്കാൾ പ്രായത്തിന് മൂത്ത ആൾക്കാരെ ഞാൻ ബഹുമാനിക്കുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, താങ്കൾ ഒരേ സമയം ആ സ്പീക്കറുമാണ്, താങ്കൾ ഒരു വ്യക്തിയുമാണ്, പക്ഷേ താങ്കളുടെ സ്പീക്കർ എന്ന പദവി താങ്കളെ പ്രധാനമന്ത്രിയേക്കാൾ ഈ ലോക്സഭയിൽ ഉന്നതനാക്കുന്നു. അതുകൊണ്ട് തന്നെ താങ്കൾ ഒരിക്കലും പ്രധാനമന്ത്രിയുടെ മുന്നിൽ കുമ്പിടാൻ പാടില്ല, നടുവ് നിവർത്തി തന്നെ നിൽക്കണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് വലിയ ഒരു സിംബോളിസം ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചിനെ കുറിച്ച് പറയാമെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കന്നി സ്പീച്ച് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കുറച്ചുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല ഒരു പ്രസംഗം തയ്യാറാക്കിക്കൊണ്ട് വരാമായിരുന്നു. പിന്നെ അദ്ദേഹം മുഴുവൻ സമയവും ഇംഗ്ലീഷിൽ സംസാരിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി നന്നായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം പറ്റിയത് അദ്ദേഹം ഹിന്ദിയിലേക്ക് കടന്ന ഭാഗത്താണ്. അത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം തുടക്കത്തിൽ കുറേ സമയം ഇംഗ്ലീഷിൽ, അവസാനം കുറേ സമയം ഇംഗ്ലീഷിൽ, ഇടയ്ക്ക് അദ്ദേഹം ഹിന്ദിയിലേക്ക് കടന്നപ്പോഴാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന് ബ്രേക്ക് ആകുകയും പിന്നെ അത് തുടരുമ്പോൾ ആ ഫ്ലോ നഷ്ടപ്പെടുകയും ചെയ്തത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയൊക്കെ ഹിന്ദിയെ ഒരിക്കലും നരേന്ദ്രമോദിയുടെ ഹിന്ദിയും രാഹുൽ ഗാന്ധിയുടെ ഹിന്ദിയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഇന്നിപ്പോ രാഹുൽ സഭയിൽ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഭയക്കേണ്ടതില്ല എന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിന് ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടി, ഗുരുനാനാക്കിന്റെ ചിത്രം ഉയർത്തിക്കാട്ടി, ഖുർആൻ പറഞ്ഞ്, ബൈബിൾ പറഞ്ഞ്, ക്രിസ്തു മതവിശ്വാസം പറഞ്ഞ്, ഭയക്കേണ്ടതില്ല, അഭയമുദ്ര പറഞ്ഞ്, ഭയക്കേണ്ടതില്ല, ആയിരിക്കുന്ന നരേന്ദ്രമോദി ഒരു മനുഷ്യനാണ്, ഭയക്കേണ്ടതേ ഇല്ല, ഡറാവോ മത് ഡർനാമത്. അപ്പോൾ ആ ഒരു സന്ദേശം കൊടുക്കലായിരുന്നോ? എനിക്കൊന്ന് കുറച്ച് വഴിവിട്ട വഴിയിൽ കൂടി രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. രാഹുൽ ഗാന്ധി അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യത്തിനും അപ്പുറം നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഇതിനേക്കാൾ നീണ്ട ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഹിംസയുടേതല്ല, അഹിംസയുടേതാണ്. അത് മഹാത്മാഗാന്ധിക്ക് മുൻപേ ഉള്ളതാണ്. മഹാത്മാഗാന്ധി ശരിക്കും അദ്ദേഹം അഹിംസയുടെ ഒരു വക്താവായിരുന്നല്ലോ.
കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായിരുന്നു, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവുമാണ്. അദ്ദേഹത്തെ ആരാണ് കൊലപ്പെടുത്തിയതെന്നും അത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നും ഒക്കെ നമുക്കറിയാം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അതിനു മുൻപേ ഇന്ത്യ എന്ന രാജ്യം, എന്ന മഹാരാജ്യം അഹിംസയുടെ നാടായിരുന്നു. അതിന് അദ്ദേഹം എല്ലാ മതത്തെയും കൂട്ടുപിടിച്ചു, മതചിഹ്നങ്ങളെ കൂട്ടുപിടിച്ചു. കാരണം നമ്മുടെ നാട്ടിൽ ഇത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത് അദ്ദേഹത്തെ നാളെ, ഇപ്പോൾ ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ ഉന്നയിച്ചതുപോലെ അദ്ദേഹം എല്ലാ ഹിന്ദുക്കളെയും കുറിച്ചാണ് പറഞ്ഞത് എന്ന രീതിയിലുള്ള ഗോദി മീഡിയയും അത് BJPയുടെ കുറേ നേതാക്കളും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ശ്രീ സന്ദീപ് ഉപയോഗിച്ച വാക്കുകൾ തന്നെ, ജോ ലോഗ് അപ്നെ ആപ്കോ ഹിന്ദു കഹത്തെ ഹേ, ജോ ലോഗ് അപ്നെ ആപ്കോ, ഹിന്ദി മനസ്സിലാകുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ എന്താണ് സ്വയം ഹിന്ദുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്ന ചിലർ എന്നാണ് അതിൻ്റെ തർജ്ജമ. സ്വയം ഹിന്ദുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്ന ചിലർ, അത് പറയുമ്പോൾ എല്ലാ ഹിന്ദുക്കളും എങ്ങനെയാണ് ആകുന്നത്? ഒരിക്കലും ആകുന്നില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് BJPയാണ്, അദ്ദേഹം ഉദ്ദേശിച്ചത് RSSനെയാണ്. അങ്ങനെ അത് പറയാൻ അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ അധികാരവുമുണ്ട്. അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ഹിന്ദുവാണ്, അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അത് പറയാനുള്ള അധികാരമുണ്ട്. ഇന്ന് സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു പരിഹാസം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് അന്ന് പ്രചരണ കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ അതേ വാക്കുകൾ എടുത്ത് ഉന്നയിച്ചുകൊണ്ടൊരു പരിഹാസം, അതോട് കേൾക്കാം. स्पीकर सर, मैं रिस्पेक्ट कर रहा हूं, ये प्रधानमंत्री के शब्द है, मेरे शब्द नहीं है. ये प्रधानमंत्री जी ने कहा है, पब्लिक में मीडिया को कहा है कि मैं बायोलॉजिकल नहीं हूं, मेरा डायरेक्ट कनेक्शन भगवान के साथ है. मैं नहीं बोल रहा हूं, प्रधानमंत्री मोदी जी ने बोला है. तो पता नहीं उस टाइम 8 बजे भगवान का मैसेज आया होगा हिंदुस्तान, वही. मगर फिर श्री राम ने आपको दूसरा मैसेज दे दिया अयोध्या में. भगवान का मैसेज आया होगा, मोदी जी नोटबंदी कर दीजिए. नोटबंदी कर दिया, डायरेक्ट ऊपर से आया मैसेज, ऑर्डर आया खटाक. और अलग अलग ऑर्डर आते हैं. अदानी जी वाला ऑर्डर आता है, बंबई एयरपोर्ट अदानी जी का ऊपर से ऑर्डर आता है, खटाखट ऑर्डर आते हैं. സന്ദീപ് വാര്യർ, കഴിഞ്ഞ ലോക്സഭയിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്കിട്ട് നേരത്തെ എന്താണ് ആംഗ്യവിക്ഷേപം അടക്കം കാണിച്ച കണക്കറ്റ പരിഹാസങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന വിശാലമായ എന്ന ഹിംസാത്മക മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്ന് BJP, 400 പാർ എന്ന അർത്ഥത്തിൽ പ്രതിപക്ഷ മുക്ത ഭാരതം സ്വപ്നം കണ്ട നിങ്ങൾ രാഹുൽ ഗാന്ധി പൂർവാധികം ശക്തനായെന്ന് തിരികെ പ്രധാനമന്ത്രി പരിഹസിക്കുകയാണ്. കാലത്തിന്റെ നീതിയല്ലേ സന്ദീപ്? ഒന്ന് ഇദ്ദേഹം പറഞ്ഞ കാര്യം, ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ കാര്യം, അദ്ദേഹം അതിൽ വാചകം ചേർത്തു. എനിക്കും ഹിന്ദി അറിയാം, കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയാം. ജോ ലോഗ് അപ്നെ ആപ്കോ ഹിന്ദു കഹത്തെ ഹേ, അദ്ദേഹം അതിലൊരു വാക്ക് ചേർത്തു, ചിലർ എന്ന്. ചിലർ എന്നൊരു പദം അതിലില്ല. ജോ ലോഗ് അപ്നെ ആപ്കോ എന്ന് പറയുമ്പോൾ മുഴുവൻ ആളുകളെയുമാണ്. അതിൽ ചിലർ എന്ന ഒരു പ്രയോഗം അദ്ദേഹം പറഞ്ഞിട്ടില്ല. സന്ദീപ്, താങ്കൾ ഇങ്ങനെ വളച്ചൊടിക്കലിന്റെ പ്രചരണകാലത്തുടനീളം ഒരു തെറ്റും പിടിച്ചില്ല. പിന്നെ എന്ന് പറയണമായിരുന്നു, ജോ ലോഗ് എന്നാണ് പറഞ്ഞത് കുറച്ച് ആൾക്കാർ. അല്ല ജോ ലോഗ് കുറച്ചെന്നല്ല, ജോ ലോഗ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ അവനെ ഹിന്ദു എന്ന് സ്വയം കരുതുന്നു അവരൊക്കെ ഹിംസ പറയുന്നവരാണ് പറയുമ്പോൾ ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്നയാളാണ്, എന്ന് പറയുന്നവരാണ്, അവരൊക്കെ ഹിംസയുടെ ആൾക്കാരാണ്. ആ രീതിയിൽ പറയാൻ പാടില്ല. നിങ്ങൾക്ക് BJP ആക്ഷേപിക്കാം, ഡയറക്ട്ലി പറഞ്ഞോളൂ. എന്തിന് കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെ ഇതിലേക്ക് മനസ്സിലാക്കുന്നു? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശിവഭഗവാന്റെ ആരാധിക്കുന്ന ശിവഭഗവാന്റെ ശക്തി തന്നത് അങ്ങനെ ഹിന്ദുവായ രാഹുൽ ഗാന്ധി അല്ല. ലീഡർ ഓഫ് ഓപ്പോസിഷൻ പ്രസംഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പദങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തണം. അദ്ദേഹം ശ്രദ്ധ പുലർത്താതെ മുഴുവൻ ആളുകളെയും ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് സംസാരിച്ചുകൊണ്ടാണ് ഇടപെടേണ്ടി വന്നത്. ഒന്ന്. രണ്ട്, നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം സ്ഥിരമായിട്ട് ഈ നുണപ്രചരണത്തെ, ഇപ്പൊ നിങ്ങൾ കാണിച്ച ക്ലിപ്പ്, ആ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പച്ചക്കളമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം മുംബൈ എയർപോർട്ടിന്റെ കാര്യം പറയുന്നു, അഡാനിക്ക് കൊടുത്തു എന്ന് പറയുന്നു. അഡാനിക്ക് എങ്ങനെയാണ് മുംബൈ എയർപോർട്ട് കിട്ടിയത്? അഡാനിക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുകയായിരുന്നു? അല്ല. അഡാനിക്ക് മുംബൈ എയർപോർട്ട് കിട്ടിയത് എങ്ങനെയാ? കോൺഗ്രസിന്റെ പ്രതിനിധി പറയട്ടെ. എങ്ങനെയാണ് അഡാനിയുടെ കയ്യിൽ മുംബൈ എയർപോർട്ട് എത്തിയത്? പച്ചക്കള്ളം പാർലമെന്റിൽ വിളിച്ചു പറയാൻ പാടുണ്ടോ? അഡാനിക്ക് എങ്ങനെ മുംബൈ എയർപോർട്ട് കിട്ടി? അതിനു മുമ്പ് മുംബൈ എയർപോർട്ട് ഗവൺമെന്റ് കയ്യിലായിരുന്നോ? അദാനിയുമായി മോദിക്ക് ഒരു ബന്ധമില്ലെന്നാണ് ഹാഷ്മി. അഡാനി ബിസിനസ്സുകാരാണ്. രാജ്യത്തുള്ള മുഴുവൻ സർക്കാരുകൾക്കും അഡാനിയുമായി ബന്ധമുണ്ട്. രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ ലാഭത്തിന്റെ വളർച്ച എത്രത്തോളം അറിയാം. അഡാനി മാത്രമല്ല, രാജ്യത്ത് ഒരുപാട് സ്ഥാപനങ്ങൾക്ക് വളർച്ചയുണ്ടായിട്ടുണ്ട്. 24 വളർച്ചയുണ്ടായിട്ടുണ്ട്, ഗോകുലത്തിന് വളർച്ചയുണ്ടായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അദാനിയുടെ വളർച്ചയ്ക്ക് ഒരു ഗോകുലത്തിന്റെ വളർച്ചയും ഒരു 24ന്റെ വളർച്ചയും ഒരു അംബാനിയുടെ വളർച്ചയും അദാനിയുടെ വളർച്ചയ്ക്ക് തുല്യമാണെന്ന് പറയാൻ പറ്റുമോ സന്ദീപിന്?
വളരുന്നത് ഈ രാജ്യത്ത് കുഴപ്പമാണോ? ഒരു കുഴപ്പമില്ല. പിന്നെന്താ? അദാനി മാത്രം നിയമാനുസൃതം ആർക്കും മറന്നുകൂടെ? അല്ല, അദാനി മാത്രം അല്ല, അദാനി മാത്രം ഇങ്ങനെ പറയുന്നത്. ഞാൻ 24 വളർന്നു, ഗൂഗിൾ വളർന്നു പറയുന്നത്. അദാനിക്ക് വേണ്ടി മോദി പ്രവർത്തിക്കുന്നു. ഹാഷ്മിയുടെ ശമ്പളം വളർന്നിട്ടില്ലേ? റിപ്പോർട്ട് അല്ല, ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന ശമ്പളമാണ് ഇപ്പോൾ ഉള്ളത്. ഹാഷ്മി വളർന്നിട്ടില്ലേ? വളരുമെന്ന് ഞാൻ ബാക്കി പറഞ്ഞോട്ടെ. ഇവിടെ അഡാനിയുടെ കാര്യത്തിൽ, അഡാനിക്ക് മുംബൈ എയർപോർട്ട് കിട്ടിയതിന്റെ കാര്യത്തിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അഡാനിക്ക് എങ്ങനെ മുംബൈ എയർപോർട്ട് കിട്ടി? അഡാനിക്ക് മുമ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലായിരുന്നോ? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിലായിരുന്നോ മുംബൈ എയർപോർട്ട്? അല്ലായിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് GVK ഗ്രൂപ്പിന് കൊടുത്തു. GVK ഗ്രൂപ്പും ഒരു വിദേശ കമ്പനി ചേർന്ന് കൺസോർഷ്യം ഉണ്ടാക്കി മുംബൈ എയർപോർട്ട് വാങ്ങി. ആ വിദേശ കമ്പനിയുടെ ഓഹരികൾ അഡാനി വാങ്ങിയതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് വിളിച്ചു? ഒരു വിദേശ കമ്പനിക്ക് ആര് കൊടുത്തു? കോൺഗ്രസ് കൊടുത്തു. ഇന്ത്യൻ കമ്പനിയായ, ഇന്ത്യൻ കോർപ്പറേറ്റ് ആയ അദാനി വാങ്ങുന്നതാണ് ഇവർക്ക് പ്രശ്നമുള്ളത്. അവരെങ്ങനെ വാങ്ങി? വിദേശ കോർപ്പറേറ്റിന്റെ കയ്യിൽ നിന്ന് അവരുടെ ഓഹരികൾ വാങ്ങിയെടുത്ത്, അത് നിയമാനുസൃതം വാങ്ങിയെടുത്തു. ഈ രാജ്യത്ത് നിയമാനുസൃതം ആർക്കും അത് വാങ്ങാം. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വാങ്ങാം. അവര് വാങ്ങിയെടുത്തതിൽ എന്ത് നിയമവിരുദ്ധതയാണ് ഉള്ളത്? ഒന്ന്. രണ്ട്, ഇവർ ഈ വിഷയങ്ങൾ മുഴുവൻ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി പലതവണ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. നരേന്ദ്രമോദി സർക്കാർ 10 വർഷം ചെയ്ത ഏതേത് പ്രവർത്തികളെയാണ് ഇവർ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കാതിരുന്നിട്ടുള്ളത്? എവിടെയെങ്കിലും ഇവർ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ടോ? സുപ്രീം കോടതി മോദി സർക്കാർ ചെയ്ത കാര്യങ്ങളിൽ എവിടെയെങ്കിലും പാളിച്ച കണ്ടതായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഇവർ ഞങ്ങളെ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കിയിട്ടുണ്ട്. രണ്ട്, അപ്പൊ പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? അഡാനിക്ക് മോദി കൊടുത്തു എന്നെങ്ങനെയാ പറയുന്നത്? രണ്ട്, നോട്ട് നിരോധന കാര്യം പറയുന്നു. നോട്ട് നിരോധനത്തിന്റെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാ? നോട്ട് നിരോധനം 2016 കഴിഞ്ഞ് ഞങ്ങൾ പല ഇലക്ഷനുകൾ നേരിട്ടിട്ടുണ്ട്. ജനങ്ങൾ അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾ അതിനെതിരായിട്ടല്ല വിധി എഴുതിയത്. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അത് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ്. എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ആത്മീയ തലങ്ങളിലേക്ക് പോയി. അമ്മ മരിച്ചതിന് ശേഷമുള്ള എന്റെ അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് കുറച്ചുകൂടി ഭഗവാനുമായി അല്ലെങ്കിൽ ദൈവവുമായിട്ട് കൂടുതൽ ഞാൻ അടുക്കുന്നതായി തോന്നി. എന്നെ കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം, നമ്മൾ പറയാറുണ്ട് സാധാരണ, എന്നെ കൊണ്ടൊക്കെ ചെയ്യുന്നത് ദൈവമാണ് എന്ന് പറയുന്ന രീതിയിൽ പറയുമ്പോ, അല്ല, അത് സഭയിൽ രാഹുൽ പറയുമ്പോൾ സ്പീക്കർ പറയണം മോദിയെ പരിഹസിക്കരുതെന്ന് പറയണം. രാഹുൽ ഗാന്ധി പറയുന്നത് ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അത് സ്പീക്കർ അത് പറയണം. കാരണം വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഞാൻ പറഞ്ഞോട്ടെ, വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യം ഔട്ട് ഓഫ് കണ്ടെക്സ്റ്റ് എടുത്തുകൊണ്ട് പ്രധാനമന്ത്രി അധിക്ഷേപിക്കാൻ വേണ്ടി പാർലമെന്റിലെ ഫ്ലോർ ഒരു ട്രോൾ പേജ് പോലെ ഉപയോഗിക്കരുത് എന്നാണ് രാഹുൽ ഗാന്ധിയോട് മിതമായ ഭാഷയിൽ പറയാനുള്ളത്. ഒരു സെക്കൻഡ്, 99 സീറ്റ് കിട്ടിയാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മെച്യൂരിറ്റി വർദ്ധിച്ചു എന്നുള്ളതല്ല. മെച്യൂരിറ്റി താഴേക്ക് പോയിട്ട് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയത് ഐറ്റം സോങ് പോലെയുള്ള ഒരു പ്രസംഗമാണ്. അതിന്റെ മറുപടി മുഖത്തടിച്ച മറുപടി കിട്ടുന്ന അത് മുജറയാണ്. മുജറ പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. രാഹുൽ പറഞ്ഞല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ നോക്കി പറഞ്ഞു, രാജ്യത്തിന്റെ പ്രതിപക്ഷം നഗ്ന നൃത്തം കളിക്കുന്നവരാണെന്ന് പറഞ്ഞു, മുജറ എന്ന് പറഞ്ഞു. താങ്കൾ ഇപ്പോൾ ഐറ്റം സോങ് പറഞ്ഞത് പ്രധാനമന്ത്രി അല്ല, രാഹുൽ ഗാന്ധി അല്ല. പോട്ടെ, രാഹുൽ ഗാന്ധി നടത്തിയത് ഐറ്റം സോങ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. സാർ, യഥാർത്ഥത്തിൽ അത് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഐറ്റം സോങ് ഇഷ്ടപ്പെടുന്നവർ ഇപ്പൊ ഹാഷ്മിയെ പോലെ കൈ, യഥാർത്ഥത്തിൽ ആ വാക്ക് പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഐറ്റം സോങ് എന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി അല്ലെന്നാ പറയുന്നത്. അങ്ങയുടെ നേതാവ് മോഡിയാണ് പറഞ്ഞത് മുജറ, പ്രതിപക്ഷം മുജറ കളിക്കുന്നവരാണെന്ന് അധിക്ഷേപം പറഞ്ഞ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. മുഖ്യമന്ത്രി രാജ്യം കൊടുത്ത വേറെ കാര്യം. ഞാനാ പറയുന്നത് രാഹുൽ ഗാന്ധി നടത്തിയത് ഐറ്റം സോങ് പോലെ നിമിഷ നേരം ഇത് ആസ്വദിക്കുന്ന ആളുകൾക്ക് രസം കൊടുക്കുന്ന ഒരു ഐറ്റം സോങ് ആണ്. നാളെ ഹീറോയുടെ മറുപടി ഉണ്ടാകും, നിങ്ങൾ കാത്തിരിക്കും. ആ ഹീറോയുടെ When my mother was alive, I used to believe that I was born biologically. After she passed away, upon reflecting on all my experiences, I was convinced that God has sent me. This energy could not be from my biological body, but was bestowed upon me by God. Whenever I do anything, I believe God is guiding me. ഇതിന്റെ മറുപടി അല്ലേ ഹാഷ്മി? ഇതിലേ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ക്ലാസ് അല്പം മുമ്പ് എടുത്ത ആളാണ് സന്ദീപ് വാര്യർ. അദ്ദേഹമാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം പാർലമെൻറ്റിനകത്ത് നഗ്ന നൃത്തം പോലെയാണ്, ഐറ്റം സോങ് പോലെയാണെന്ന് പറഞ്ഞത്. അദ്ദേഹം അത് പിൻവലിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അത് അവരുടെ ശൈലിക്കനുസരിച്ച് അവർക്ക് അഭിപ്രായം പറയാം. ഇന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച കാര്യത്തിൽ സ്യൂഡോ ഹിന്ദുക്കളായിട്ടുള്ള, ഹിന്ദു എന്നുള്ള പേരിൽ വ്യാജമായിട്ട് പറയുകയും ഹിന്ദു സംസ്കാരത്തിനും ഒക്കെ എതിരായിട്ട്, അഹിംസയ്ക്കെതിരായിട്ട് ഹിംസ നടത്തുന്നു, സത്യത്തിനെതിരായിട്ട് അസത്യം നിരന്തരം പുലമ്പിക്കൊണ്ടിരിക്കുന്നു, മതവിദ്വേഷവും വിഷവും ഒക്കെ
നിരന്തരം പ്രസംഗിക്കുന്ന ആളുകൾ, അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ള ആളുകളെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു, നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? പറ്റില്ല. നീറ്റ് എക്സാമിൻ്റെ ചോദ്യ പേപ്പർ ചോർന്നതിനെ കുറിച്ചിട്ട് ഈ ഇത്തരം പൊതു പരീക്ഷകളൊക്കെ കച്ചവടമാക്കിയ BJP സർക്കാരിൻ്റെ നയപരിപാടികളെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു. നിങ്ങൾക്കതിന് മറുപടിയുണ്ടോ? ഇല്ല. മണിപ്പൂർ വിഷയത്തെക്കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി ചോദിച്ചു, നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയുന്നില്ല. മഹോമിത്ര പറയാണ്, നിങ്ങൾ എം ഉപയോഗിച്ച് മുസൽമാൻ പറഞ്ഞു, മുല്ല പറഞ്ഞു, മദ്രസ പറഞ്ഞു, മുഗൾ പറഞ്ഞു, മട്ടൻ പറഞ്ഞു, മച്ചില് പറഞ്ഞു, മുജ്ര പറഞ്ഞു, മംഗൽസൂത്ര പറഞ്ഞു. എന്തുകൊണ്ട് എമ്മിൽ തുടങ്ങുന്ന മണിപ്പൂർ എന്നൊരു വാക്ക് മിണ്ടുന്നില്ല എന്ന് അത് കഴിഞ്ഞ് മഹോമിത്ര ചോദിക്കുന്നുണ്ടോ? അത് പറയാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ എമ്മുകളൊക്കെ പറഞ്ഞത് അത് വിദ്വേഷം പരത്താൻ വേണ്ടിയിട്ടും വെറുപ്പ് പരത്താൻ വേണ്ടിയിട്ടും വർഗീയത പരത്താൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മോദിയുടെ പേരിലുണ്ട് ഒരു എം. പക്ഷേ മോദി ഒരിക്കലും മണിപ്പൂരിനെ കുറിച്ചിട്ട്, മണിപ്പൂരിന്റെ എമ്മിനെ കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണ്? ഒരു സംസ്ഥാനം ഒരു വർഷത്തിലേറെയായിട്ട് കത്തി എരിയുന്നുണ്ട്. അവിടെ പരാജയമാണ് BJPയുടെ സംസ്ഥാന സർക്കാർ, ഇവിടെ കേന്ദ്ര സർക്കാർ പരാജയമാണ്. അവിടുത്തെ മനുഷ്യരുടെ കലാപങ്ങൾക്ക് വിലാപങ്ങൾക്ക് കാതു കൊടുക്കാൻ മോദിക്ക് സാധിച്ചില്ല. ആ കണ്ണീര് കണ്ടപ്പോൾ, ആ കണ്ണീര് കാണുമ്പോൾ കരുണ തോന്നാത്ത മനുഷ്യരെ ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റില്ലെന്നേ. അവർ സ്യൂഡോ ഹിന്ദുക്കളാണ്. അതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇവിടുത്തെ കർഷകരുടെ സമരം നടന്നപ്പോൾ അവരുടെ നഗ്നപാദങ്ങൾക്ക് കീഴിൽ, വിണ്ട് കീറിയ പാദങ്ങൾക്ക് കീഴിൽ ആണി കൊണ്ട് പരവതാനി വിരിച്ചവരെ ഹിന്ദു എന്നെങ്ങനെ വിളിക്കാൻ പറ്റുക? അവർ സ്യൂഡോ ഹിന്ദുക്കളാണ്. കർഷകരെ തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കുന്നു. സമരം ചെയ്യുന്ന ആളുകളെ അർബൻ നക്സലുകൾ എന്ന് വിളിക്കുന്നു. ഈ നിങ്ങൾ പറഞ്ഞില്ലേ നോട്ട് നിരോധനത്തെ ജനം അംഗീകരിച്ചു, എങ്കിൽ പിണറായി സർക്കാരിന് തുടർ ഭരണം കിട്ടി. പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ കാലത്ത് ചെയ്ത മുഴുവൻ പരിപാടികൾക്കും ജനം കൊടുത്ത അംഗീകാരമാണെന്ന് BJPയുടെ പ്രതിനിധി അംഗീകരിക്കുന്നുണ്ടോ? ഓരോ തെരഞ്ഞെടുപ്പിലും ജയിക്കുന്നത് കൊണ്ട് നോട്ട് നിരോധനം പോലെയുള്ള തോന്നിവാസങ്ങളെ ജനം അംഗീകരിച്ചു എന്ന് പറയരുത്. സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൊണ്ടുപോയി ബാങ്കിലിട്ട് അത് എടുക്കാൻ വേണ്ടി ക്യൂ നിന്ന് മരിച്ച 150-ലധികം മനുഷ്യരുടെ ചരിത്രം കൂടി നോട്ട് നിരോധനത്തിനുണ്ട്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ നോട്ട് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷെ നരേന്ദ്രമോദി നടത്തുമ്പോഴാണ് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. നരേന്ദ്രമോദി എന്ത് നടപടി എടുത്താലും നാട്ടിലെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ്? പിന്നെ നിങ്ങൾ ജുഡീഷ്യറിയുടെ അംഗീകാരത്തെക്കുറിച്ച് പറയുന്നു. ഇത്തരം വിധികൾ പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാർക്ക് പാർലമെന്റിനകത്തേക്ക് നിങ്ങൾ രാജ്യസഭ MP ആയിട്ടും ഗവർണർമാരൊക്കെ ആയിട്ട് നിയമനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് കേജ്രിവാളിന്റെ കേസിലടക്കം വരുന്ന നമ്മൾ കാണുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ ജുഡീഷ്യറിയുടെ വിശ്വാസത്തെക്കുറിച്ചോ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസത്തെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ഒരുപാട് പറയാതിരിക്കുക. പിന്നെ അടുത്തത്, ഹീറോ നാളെ മറുപടി പറയുന്നത്. ഹീറോ ആണോ പീറ കടലാസാണോ എന്ന് നാളെ അറിയാം. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ 5-ലധികം നേതാക്കന്മാർ എഴുന്നേറ്റ് നിന്ന് തടസ്സം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നടന്നത് കംസവധമാണ്. ഇത് കിളി പറന്നുപോയ പക്ഷി ശാസ്ത്രജ്ഞനെ പോലെ താടയ്ക്ക് കൈ കൊടുത്ത് നരേന്ദ്രമോദി ഇരുന്നില്ലേ? 10 വർഷക്കാലം എന്തായിരുന്നു നടന്നത്? പ്രതിപക്ഷ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ അതിന് കാത് കൊടുക്കാതിരുന്ന ആൾ, ഈ രാജ്യത്തെ കലാപങ്ങളിൽ കണ്ണീരൊഴുക്കുന്ന മനുഷ്യർക്ക് കാത് കൊടുക്കാതിരുന്ന മനുഷ്യൻ, അവരോട് കരുണ കാണിക്കാത്ത മനുഷ്യൻ. ഇവിടെ എത്രയോ പ്രസംഗങ്ങൾക്ക് പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ അയോഗ്യരാക്കുകയും പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയും എന്നൊക്കെ നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദി ഇന്ന് രാഹുൽ ഗാന്ധിയെ എതിർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പലവട്ടം എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് നടന്ന് പുലമ്പിയ കാര്യങ്ങളെ ഒന്നൊന്നായിട്ട് എടുത്തുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഇഴകീറി പറഞ്ഞത്. ഇവിടെ ഗാന്ധി മിണ്ടുമ്പോൾ കാക്കി നിക്കർ വിറയ്ക്കുന്നത് നരേന്ദ്രമോദി അടക്കമുള്ള സംഘപരിവാർ നേതാക്കന്മാർക്കാണ്. ശരി സർ, KV ബിജു, ഇവിടെ 3 കർഷക നിയമങ്ങൾ, ഒരു ചർച്ചയും ഒന്നും എവിടെ ഉണ്ടായില്ല. ലാസ്റ്റ് കർഷകർ, ഇപ്പൊ താങ്കൾ ആ സമയത്തുടനീളം സിംഗു അതിർത്തിയിലടക്കം രാജ്യത്തിന്റെ അതിർത്തി മേഖലകളിൽ നടന്ന് കർഷകരെ സംഘടിപ്പിച്ച് സമരത്തിന് മുന്നിൽ നിന്ന ഒരാൾ കൂടിയാണല്ലോ. ഒരു കർഷകരെയും ഒപ്പം കേട്ടില്ല. ലാസ്റ്റ് കർഷകർക്ക് കലാപമായി ഇറങ്ങേണ്ടി വന്നു. അതിന് മുന്നിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇനി കൃത്യമായ ചർച്ച സഭയിൽ നടക്കും എന്ന് ഇന്നിപ്പോ രാഹുൽ ഗാന്ധി കുറച്ച് ഓവർ വൈകാരികമായി, അല്ലെങ്കിൽ ശിവന്റെ ചിത്രം അങ്ങനെ നറേറ്റീവ് കൊണ്ടുവരണമായിരുന്നു എന്ന ചോദ്യമൊക്കെ അവർ സഭയിൽ ഉയർന്നാലും കട്ടക്കൊരു ബ്ലോക്കായി പ്രതിപക്ഷം ഇരിക്കുകയാണെന്നേ. ബിജു, ഇനി ചർച്ചകൾ സഭയിൽ നടക്കും. സഭയിൽ ചർച്ചകൾ നടക്കുന്നതിൽ വളരെയധികം തന്നെ സന്തോഷമുണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്, നാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മതവും മതേതരത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ്. മറിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ, സാമ്പത്തിക പരിഷ്കരണം കൊണ്ട് അനുഭവിക്കുന്ന കർഷകരുൾപ്പെടെയുള്ള, തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള, ചെറുകിട വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നങ്ങൾ ആരും തന്നെ മുഖ്യമായിട്ട് എടുക്കുന്നില്ല. ഇന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചതനുസരിച്ചിട്ട് പാർലമെൻറ്റിൽ ചർച്ചയിൽ കർഷകരുടെ പ്രശ്നം ഇതിലും നന്നായിട്ട് പറയും അദ്ദേഹം എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അത് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ കുറച്ച് നിരാശയോട് കൂടിയിട്ട് ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇന്നും കർഷകർ അവിടെ അതിർത്തിയിൽ ഇരിക്കുകയാണ്. ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കർഷകരും കർഷക തൊഴിലാളികളും കൂടി 10,000-ഓളം പേര് ആത്മഹത്യ ചെയ്യുന്നു. ഈ ഹിന്ദു എന്ന് പറയുന്ന സന്ദീപ് ഒന്ന് മനസ്സിലാക്കേണ്ട പറയുന്നത് വെച്ചാൽ, ഈ ഞാൻ 11 വർഷത്തെ ഈ കർഷകരുടെ ആത്മഹത്യ മനസ്സിലാക്കിയ സമയത്ത് 98%, 98.2%, 99% എന്ന് പറയുന്നത് ഈ ആത്മഹത്യ ചെയ്യുന്ന കർഷകർ മുഴുവൻ
ഈ ഹിന്ദുക്കളാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഹിന്ദു ബോധവും ജന്തു ബോധവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ മരിക്കുന്ന ഹിന്ദുക്കളായ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നോക്കുക. അതിന് പകരമായിട്ട് ഇവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയങ്ങൾ എടുക്കുന്നു. ആ നയങ്ങൾ എടുക്കുന്ന സമയത്തും പലപ്പോഴും തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെടുന്നു. ആദ്യം എന്തായാലും ഈ ഒരു വരിയാണെങ്കിലും 2 വരിയാണെങ്കിലും രാഹുൽ ഗാന്ധി ഇന്ന് സഭയിൽ കർഷകർക്ക് വേണ്ടി പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സന്ദീപിനെ പോലുള്ള ആളുകൾ സത്യസന്ധമായിട്ട് രാഷ്ട്രീയം പറയാനായിട്ട് അദ്ദേഹം ഒന്ന് തയ്യാറാവണം. പിന്നെ സന്ദീപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, GVK ഗ്രൂപ്പിൽ നിന്നാണ് അദാനിക്ക് പോയെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയ്ക്ക് വല്ല CBIയുടെ കേസ് GVK ഗ്രൂപ്പിന് ഉണ്ടായോ എന്നുള്ളത് തനിക്ക് സത്യസന്ധമാണ് താൻ രാഷ്ട്രീയം ഒന്ന് അന്വേഷിക്കുക ആദ്യം. അതല്ലെങ്കിൽ ഈ നുണപറച്ചൽ രാഷ്ട്രീയം, ഈ ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നതൊക്കെ ഒന്ന് നിർത്തുക. GVK ഗ്രൂപ്പിനെതിരെ കേസ് വന്നോ, അത് കൈമാറിയതിന് ശേഷം കേസ് എങ്ങനെ ഇല്ലാതായോ, ഇതുപോലെ എത്ര സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ 3 കാർഷിക നിയമങ്ങളുടെ കാര്യം പറയുന്ന സമയത്ത് തന്നെ അതെങ്ങനെയാണ് അദാനിക്ക് ഗുണം ചെയ്യണമെന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയ സമയത്ത് ദേശീയ നേതാക്കൾ മുതൽ ഈ കേരളത്തിലെ BJPയുടെ നേതാക്കളും ഒരു എന്നെ രാജ്യദ്രോഹിയാണെന്നും പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് നടക്കായിരുന്നു. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണ് അദാനി ഗ്രൂപ്പ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടെന്ന് 3 കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്ന സമയത്ത് BJPയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റിനും അതുപോലെ വക്താവിനൊക്കെ ഞാനൊരു കത്തയച്ചു. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മറുപടി പറയാനുണ്ടോ? മാധ്യമ പ്രവർത്തകര്, ഞാൻ പറഞ്ഞ ന്യൂസ് 24ന്റെ ആൾക്കാരടക്കം BJPയുടെ വക്താക്കളോട് ചോദിച്ചിട്ട് ഇവർക്ക് എന്താ ഒരക്ഷരം അതിനെ കുറിച്ചിട്ട് മറുപടി പറയാനില്ലാതെ പോയത്? ഈ നാട്ടിലെ രാഷ്ട്രീയം അദാനിക്കും അംബാനിക്കും അതുപോലുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് തീരെഴുതുന്ന സമയത്താണ് ഭാരത് മാതാക്ക് ജയ് വിളിച്ചുകൊണ്ട് ഇവർ മിണ്ടാതിരിക്കും. എന്നിട്ട് ഇവർ പറയും ഞങ്ങൾ ദേശീയവാദികളാന്ന് പറയും. എന്നിട്ട് കർഷകരെ ആത്മഹത്യ ചെയ്യുന്ന മുഴുവൻ കർഷകരും ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ കണ്ണീര് കാണാത്ത ഇവർ പറയും ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുകയും ചെയ്യും. ഇതെത്ര വൃത്തികേടാണ്! ഇതിനെ നമ്മൾ ചോദ്യം ചെയ്യണ്ടേ? ഇതാണ് ഇവരുടെ വൃത്തികെട്ട രാഷ്ട്രീയത്തെയാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. എന്തായാലും പ്രതിപക്ഷം ശക്തിപ്പെട്ടതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഈ വൃത്തികെട്ട രാഷ്ട്രീയം തിരുത്തപ്പെടാനായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ സന്ദീപ് മറുപടിക്ക് എത്താം. ശാനന്ദ് കൊച്ചുകൂടി ഇവിടെ MSPയെ കുറിച്ച് എന്താണ് ചർച്ചയുണ്ടായി. MSPയെ കുറിച്ച് ചർച്ച ഉണ്ടായപ്പോഴേക്കും ശിവരാജ് സിംഗ് ചൗഹാൻ എഴുന്നേറ്റ് പറഞ്ഞു എന്താണ് ഞങ്ങൾ MSP കൊടുക്കുന്നത്, ആവാസ് ഭാരത് MSP കൊടുക്കുന്നുണ്ട്. ഉടനെ രാഹുൽ ഗാന്ധി പറയുകയാണെങ്കിൽ നിയമപരമായ പ്രാബല്യം കൊടുക്കുക, അതോടുകൂടി കൃഷിമന്ത്രിയുടെ വായടഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോഴപ്പോൾ തന്നെ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് അപ്പോഴപ്പോൾ തന്നെ അവാസ്തവങ്ങളെ തുറന്നു കാട്ടുന്ന ഒരു സീസൺ പ്രതിപക്ഷ സഭയിൽ കണ്ടു. തീർച്ചയായും അദ്ദേഹം BJPയുടെ പല നേതാക്കളും അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ നോക്കിയിട്ടും അദ്ദേഹം വളരെ ആദ്യമൊക്കെ 1-2 തവണ വഴങ്ങിയെങ്കിലും പിന്നീട് വളരെ വീറോടുകൂടി തന്നെ അദ്ദേഹം ആ കാര്യത്തിലെല്ലാം കൃത്യമായ നിലപാടുകൾ എടുത്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു. ഈ MSPയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ലീഗൽ റൈറ്റ് എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞില്ല. അതായത് എന്തുകൊണ്ടാണ് കർഷകർ ഇപ്പോഴും അവിടെ 2 സ്ഥലത്ത് ഇരിക്കുന്നത്? ഇപ്പോഴും ഹരിയാന ടു പഞ്ചാബ്, ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഹരിയാനയിൽ നിന്ന് പഞ്ചാബിലേക്ക് 2 ബോർഡർ വഴിയും പോയ ആളാണ്. അപ്പോൾ ആദ്യത്തെ ബോർഡർ GT റോഡ് വഴി 15 കിലോമീറ്റർ കറങ്ങിപ്പോണം. അവിടെ ഇപ്പോഴും കർഷകർ ആ വഴി തടഞ്ഞിരിക്കുകയാണ്. മറ്റ് ബോർഡർ സംഗ്രൂറുള്ള ബോർഡറിലും ഇതുപോലെ തന്നെയാണ്. ഒരു കനാൽ കടന്ന് ബ്യാസ് കനാൽ കടന്ന് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വണ്ടിയെങ്ങാനും കനാലിലേക്ക് വീണാലോ എന്നുള്ള ആ ചെറിയ പാതയിൽ കൂടി കടന്നു പോകണം. അത് ആ കർഷകർ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ടെന്ന് നമ്മുടെ ദേശീയ ചാനലുകൾ എന്നറിയപ്പെടുന്ന ഗോദി മീഡിയ ഇപ്പോഴും അവിടെ ആ കർഷകരെ കാണിക്കുന്നില്ല, അവരെക്കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യുന്നില്ല. എന്നാൽ രാഹുൽ ഗാന്ധി വീണ്ടും ഈ പ്രശ്നം വീണ്ടും എടുത്തിടുകയാണ്. ഇതിന് നിയമപരമായിട്ടുള്ള ഗ്യാരണ്ടിയാണ് അവർക്ക് വേണ്ടത് എന്ന് പറയുകയാണ്. ഫെബ്രുവരി മുതലിരിക്കുകയാണ്. ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഇപ്പോൾ ജൂലൈയിൽ എത്തിയിരിക്കുന്നു. വീണ്ടും 5 മാസമായിട്ട് അവരവിടെ ഇരിക്കുന്നു. അവർക്ക് പ്രധാനമന്ത്രിയും മന്ത്രിമാരും അന്ന് ഈ സമരം ചെയ്യുന്ന ഘട്ടത്തിൽ കൊടുത്ത വാക്കാണ് അവർക്ക് ഇത് ലീഗലി ഒരു നിയമമായിട്ട് ഒരു നിയമം പാസ്സാക്കുമെന്ന്. പക്ഷേ അത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതല്ല. രാഹുൽ ഗാന്ധി വീണ്ടും മറ്റു വിഷയങ്ങളിലും ഇതേപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. നീറ്റിൻ്റെ വിഷയത്തിൽ, മണിപ്പൂരിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറയുന്നു ഞാൻ സ്വയം അവിടെ
പോയതാണ്. പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ ഇത്രയും മഹാനായ പ്രധാനമന്ത്രി, ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറയുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന് മണിപ്പൂരിൽ പോയി അദ്ദേഹം ഉക്രൈൻ റഷ്യ യുദ്ധം നിർത്താൻ കെൽപ്പുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മണിപ്പൂരെ ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം, അദ്ദേഹം മണിപ്പൂർ ഇന്ത്യയിലാണോ എന്നുകൂടി കടത്തി ചോദിക്കുന്നുണ്ട്. അതങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് പറയണം. അതായത് ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞു ജോ ലോഗ് അപ്നെ ആപ്കോ ഹിന്ദു കേത്തെ ഹേ എന്നുള്ള അതിൻ്റെ തർജ്ജമ, അത് ഇംഗ്ലീഷിലേക്ക് നമ്മൾ വെറുതെ ഒന്ന് സിമ്പിളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ദോസ് ഹൂ കോൾ ദംസെൽസ് ഹിന്ദുസ്, ദോസ് ഹൂ കോൾ, ദോസ് എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരാണ്, അല്ലാതെ ഓൾ പീപ്പിൾ അല്ലെങ്കിൽ ഓൾ ഓഫ് ദോസ് ഹൂ കോൾ ദംസെൽസ് ഹിന്ദുസ് എന്നല്ല പറയുന്നത്, ദോസ്. സന്ദീപ്, ഇവിടെ കെ വി ബിജു RSSൽ കൂടി രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ്. RSS പ്രവർത്തകനാണ്, പിന്നെ സ്വദേശി ജാഗരൺ മഞ്ച്, പിന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു, കർഷക പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്താണ് ഈ പറയുന്ന മതം ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നതിന്റെ പൊള്ളത്തരം നന്നായി മനസ്സിലാക്കി പുറത്തു വന്ന ആളാണ് ബിജു. അവരോട് കൊടുത്തോളൂ. ശ്രീ ആനന്ദ് പറഞ്ഞത് അവസാനിപ്പിച്ച് ഞാൻ പറയട്ടെ. ദോസ് ഹു എന്ന് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നു. ജോ ലോഗ് ഹിന്ദു അപ്നെ കോ കത്തെ, ഈ രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾ സ്വയം ഹിന്ദുക്കളെന്ന് അഭിമാനത്തോടെ പറയുന്നവരാണ്. അങ്ങനെ പറയുന്ന സമയത്ത്, ആ വാചകങ്ങൾ പറയുന്ന സമയത്ത് സൂക്ഷിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മുഴുവൻ ആളുകളെയും അവഹേളിക്കുന്ന പോലെയാണ് പാർലമെന്ററി ഫ്ലോറിൽ പറയുന്ന സമയത്ത്. പ്രത്യേകിച്ചും അത് ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ള വിമർശനമാണ്, അത് തെറ്റാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, സുചിന്തമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹത്തിന് വേറെ അഭിപ്രായം ഉണ്ടാവും. മറ്റൊന്ന്, ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ RSS ബാക്ക്ഗ്രൗണ്ട് താങ്കൾ പറഞ്ഞു. RSS ഒരു യൂണിവേഴ്സിറ്റി പോലെയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ധാരാളം വിദ്യാർത്ഥികൾ വരാറുണ്ട്. ചില ഇദ്ദേഹത്തെ പോലെ പരാജയപ്പെട്ട ചില വിദ്യാർത്ഥികൾ ഉണ്ടാവാം, അവർ പുറത്തു പോയിട്ടുണ്ടാവാം, അവർ പോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ശരിയായിക്കൊള്ളുന്നില്ല. താങ്കളുടെ പരാജയപ്പെട്ട ആളാണ്. അതെ, ഞാൻ പറയട്ടെ, അദ്ദേഹം പരാജയപ്പെട്ട എൻ്റെ അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം വിജയിച്ച ആളായിരുന്നെങ്കിൽ ഹിന്ദു ജന്തു ഒന്നും പറയില്ലായിരുന്നു. ഇപ്പം ഈ പദപ്രയോഗം ഇതേ ഫ്ലോറിൽ ഞാൻ മറ്റൊരു മതവിഭാഗത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഹാഷ്മി സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഹാഷ്മി ഹിന്ദുക്കളെ പറഞ്ഞപ്പോൾ കേട്ടോണ്ടിരുന്നു. കാരണം ഹാഷ്മിക്ക് സുഖിപ്പിക്കുന്ന വർത്തമാനമാണ് പറഞ്ഞത്. ഹിന്ദു ജന്തു എന്ന് അദ്ദേഹം ചേർത്ത് പറഞ്ഞ സമയത്ത് അത് ചെയ്യരുത് എന്ന് ഹാഷ്മി പറഞ്ഞില്ല. കാരണം ഹാഷ്മിക്ക് സൂഹിക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും സൂഹിക്കും. കോടിക്കണക്കിന് ഹിന്ദുക്കൾക്ക് പ്രതികരിക്കാൻ ആളില്ലാത്തവർ, അല്ലെങ്കിൽ നാക്കില്ലാത്തവർ, അല്ല ഞങ്ങളെ പറയാനുള്ളൂ, ഇത് പറയാനുള്ളൂ. പറയുന്ന സമയത്ത് ഞങ്ങളെ വർഗീയവാദികൾ എന്ന് വിളിക്കും. പറഞ്ഞോളൂ. ഇവിടെ ജിൻഡോ ജോൺ ഇരുന്ന് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരികയാണ്. ജിൻഡോ ജോൺ, സന്ദീപ് പിന്നെ സ്യൂഡോ ഹിന്ദു ആണെന്ന് പറയാണ്. ജിൻഡോ ജോണിന് ആര് അധികാരം കൊടുത്ത് ഞാൻ ഹിന്ദുവാണോ അല്ലയോ സ്യൂഡോ സെക്യുലർ ആണോ അല്ല സ്യൂഡോ ഹിന്ദു ആണോ എന്ന് പറയാൻ? ജിൻഡോ ജോണിന് എങ്ങനെ അധികാരം കിട്ടി? അങ്ങനെ പറയുന്നത് ശരിയാണോ? ജിൻഡോ ജോൺ സ്യൂഡോ ക്രിസ്ത്യൻ ആണെന്ന് പറയാൻ എനിക്ക് അധികാരമില്ലാത്തതുപോലെ ഞാൻ സ്യൂഡോ ഹിന്ദു ആണെന്ന് പറയാൻ ജിൻഡോ ജോണിനും അധികാരമില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല, അത് മാന്യമല്ല. ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താ? ഹിന്ദു ജന്തു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളും അതിനെ ചേർത്ത് പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇന്ന് രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം CBI കേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തെ കോടിക്കണക്കിന് കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ, വ്യവസായികൾക്കെതിരെ വിവിധ ഏജൻസികളുടെ കേസുണ്ട് എന്ന് കരുതി അവരുടെ ഷെയർ മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് മുഴുവൻ കോൺസ്പിറസി തിയറികൾ കൊണ്ടുവരുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോൺസ്പിറസി തിയറാണ്. അതിലപ്പുറം ഒന്നുമില്ല. ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഗവൺമെന്റുമായി ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. അതിൽ ഇടപെടേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഇവിടെ രാജ്യത്ത് കോടിക്കണക്കിന് കമ്പനികൾ അവരെ ഷെയർ കൊടുക്കാറുണ്ട്. ഇവിടെ തന്നെ നിങ്ങളെ തൊട്ടപ്പുറത്ത് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ ഷെയർ ഈ അടുത്ത കാലത്ത് കൊടുത്ത് ചില ആളുകൾ അവിടുന്ന് പടിയിറങ്ങിയല്ലോ. ഇതൊക്കെ നമുക്ക് ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ സാധിക്കില്ല. ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി എടുത്ത് അതിന്റെ വസ്തുതാപരമായ ഒരു ഫാക്ട് ചെക്കിംഗ് നിങ്ങൾ നടത്തണം. അദ്ദേഹം പറഞ്ഞ കാര്യം അഗ്നിവീർ സർവീസിനെ കുറിച്ച് പറഞ്ഞു. അവിടെ കോമ്പൻസേഷൻ ഇല്ല എന്ന് പറഞ്ഞു. കോമ്പൻസേഷൻ ഉണ്ട്. പച്ചക്കള്ളം പറഞ്ഞു. പ്രതിരോധ മന്ത്രി തന്നെ പാർലമെന്റിൽ, നിങ്ങൾ ചോദിച്ചല്ലോ എന്തിനാണ് മന്ത്രി എണീറ്റുന്നതെന്ന് ചോദിച്ചല്ലോ. പ്രതിരോധ മന്ത്രി എണീറ്റെന്ന് പറയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, പ്രതിരോധ മന്ത്രി പറഞ്ഞത് കള്ളമാണെങ്കിൽ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നോട്ടീസ് കൊടുക്കട്ടെ. പാർലമെന്റിൽ എണീറ്റെന്ന് മന്ത്രിക്ക് കള്ളം പറയാൻ പറ്റുമോ? കോമ്പൻസേഷൻ ഉണ്ട്. അപ്പോൾ രാജ്യത്തെ കോടിക്കണക്കിന് ചെറുപ്പക്കാരെ വഞ്ചിക്കാൻ വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാർലമെന്റിനകത്ത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള നുണപ്രചരണം, അതുകൊണ്ടാണ് പറയുന്നത് അത് ഐറ്റം സോങ് ആണ്. നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് മാത്രം ദൃശ്യസുഖം പകരുന്ന, ശ്രവണ സുഖം പകരുന്ന ഐറ്റം സോങ് ആണ്. ഞങ്ങൾ അപ്പം തന്നെ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. നാളെ കുറച്ചുകൂടി ഞങ്ങളുടെ സമയം വരുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. ചരൺജീത് സിംഗ് കാല എന്നൊരു ജമ്മു കാശ്മീർ ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മാതാവും പിതാവും കൂടെ പറഞ്ഞതാണ് അവർ സൺ സാക്രിഫൈസ് ഡിസേർവ്സ് ഈക്വൽ റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി. അത് ചരൺജീത് സിംഗ് കാലയുടെ അച്ഛനും അമ്മയും പറഞ്ഞാൽ. ഒന്ന്. രണ്ട്, ഈ ഹിന്ദു ജന്തു എന്ന രണ്ട് വാക്കുകൾ ചേർത്ത് പറഞ്ഞ മറ്റൊരു നേതാവുണ്ട്. പേരെന്താ അറിയോ? വെള്ളാപ്പള്ളി നടേശൻ. പ്രശ്നമുണ്ടോ?
ഞാൻ ഈ ചർച്ചയ്ക്കുള്ളിൽ വരുന്ന പദപ്രയോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞൊരു പ്രശ്നമുണ്ടോ സന്ദീപ്? അല്ലല്ല, ഞാനത് കേട്ടിട്ടില്ല, കേൾക്കാത്ത ഞാൻ പറയില്ല. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞെങ്കിൽ പ്രശ്നമുണ്ടോ? ഞാൻ കേട്ടില്ല, ഞാൻ പറയട്ടെ. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞെങ്കിൽ പ്രശ്നമുണ്ടോ? പലരും പറഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞെങ്കിൽ പ്രശ്നമുണ്ടോ? ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യില്ല. ഈ ചർച്ചയിൽ അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അതേ തീവ്രതയിൽ തെറ്റാണെന്ന് സന്ദീപ് പറയില്ല. സന്ദീപ് ലക്ഷ്യം രാഷ്ട്രീയമാണ്. അല്ലല്ല, ഈ കേട്ട കാര്യത്തെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നു. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഹാഷ്മി കൃത്യമായിട്ട് പറയാം. ഇവിടെ പിന്നെ ബലിദാനിയായിട്ടുള്ള രക്തസാക്ഷിയായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു സൈനികന്റെ അച്ഛനും അമ്മയും, ഒരു അഗ്നിപഥ് പദ്ധതിയിൽ വന്ന ഒരു സൈനികന്റെ അച്ഛനും അമ്മയും പറഞ്ഞു എന്ന പേരിൽ രാഹുൽ ഗാന്ധി ആരോപിച്ച കാര്യം അത് വസ്തുതാവിരുദ്ധമാണെന്ന് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി സഭയ്ക്കകത്താണ് പറഞ്ഞത്, സഭയുടെ പുറത്തല്ല. അതുകൊണ്ട് തന്നെ ആ വാക്കുകളെ വിശ്വസിക്കാം. ഇനി അദ്ദേഹത്തെ വിശ്വസിക്കേണ്ട. പഞ്ചാബിൽ നിന്ന് മരിച്ച ഒരു അഗ്നിവീർ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യം ആ കാര്യം പഞ്ചാബിൽ നിന്ന് മരിച്ച ഒരു ഇന്ത്യൻ സൈന്യം തന്നെ ആ കാര്യം പഞ്ചാബിൽ മരിച്ച ഒരു അഗ്നിവീറിന് അവസാന ഓണർ കൊടുത്തിട്ടുണ്ടോ സന്ദീപേ? കൊടുത്തിട്ടില്ല. അതിന് കാരണം പറഞ്ഞ എന്താണ്? സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറി ആണെങ്കിൽ ലാസ്റ്റ് ഓണർ കൊടുക്കാൻ പറ്റില്ല എന്നാണ് സൈന്യം പറയുന്നത്. ഇന്ത്യൻ സൈന്യം കോമ്പൻസേഷനെ കുറിച്ചാണ് പറയുന്നത്. കോമ്പൻസേഷൻ ₹1 കോടി 10 ലക്ഷം രൂപ റെസ്പെക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സാധാരണ ഒരു സൈനികൻ രക്തസാക്ഷിയാൽ കിട്ടുന്ന ആദരവ്, ഒരു സൈനികൻ രക്തസാക്ഷിയാൽ കിട്ടുന്ന ആദരവ് അഗ്നിവീർ രക്തസാക്ഷിയാൽ കിട്ടുന്നുണ്ടോ എന്ന പരമപ്രധാനമായ ചോദ്യം ഇപ്പോൾ രാഹുൽ പറയുന്നത്. അഗ്നിവീർ എന്ന് പറയുന്ന പദ്ധതി വന്നപ്പോൾ മുതൽ ഉയർന്നതാണ്. അഗ്നിവീർ അല്ല, ഏത് സൈനികനാണെങ്കിലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ബലിദാനിയായി കഴിഞ്ഞാൽ കിട്ടേണ്ട എല്ലാ ബഹുമാനങ്ങളും കിട്ടുന്നുണ്ട്. ഇതൊക്കെ പറയാൻ രാഹുൽ ഗാന്ധി ആരാ? ആഷ്മി, എൻ്റെ അച്ഛൻ സൈനികനായിരുന്നു. 1971 വിമോചന യുദ്ധകാലത്ത് ബംഗ്ലാദേശിനെ വിമോചിപ്പിച്ചപ്പോൾ 96,000 പാകിസ്ഥാൻ സൈനികരെ പ്രിസണേഴ്സ് ഓഫ് വാറായി പിടിച്ച ഇന്ത്യൻ സൈന്യത്തിന് അന്നത്തെ ഇന്ദിരാഗാന്ധി കൊടുത്ത സമ്മാനം എന്താണെന്നറിയോ? അവരുടെ 1 റാങ്ക് 1 പെൻഷൻ നിർത്തലാക്കി, അവരുടെ ആനുകൂല്യങ്ങൾ നിർത്തലാക്കി, ഫീൽഡ് മാർഷൽ സാം മനേക്ഷായെ അവഹേളിച്ചിറക്കി വിട്ടു. ഇതൊക്കെയാണ് സൈന്യത്തിന് ഇവർ കൊടുത്തിട്ടുള്ള. കരസേനാ മേധാവിയെ തെരുവ് ഗുണ്ടാന്ന് വിളിച്ചു. തിരുത്തുന്നുണ്ട് കേട്ടോ സന്ദീപ്. അതൊക്കെ നമുക്ക് സാം മനേക്ഷാദിനെ തിരുത്താണ്. സാം മനേക്ഷാദൻ താങ്കൾ ഈ പറഞ്ഞ ആരോട് തിരുത്താണ്. ഓക്കെ, ഞാൻ തിരികെ എത്താൻ വിടവളക്ക് ശേഷം ജിൻഡോ, നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് 5 മണിക്ക് ഇതിന് മറുപടി പ്രസംഗം നടത്താൻ പോകുന്നു. ഈ പ്രചരണകാലത്തുടനീളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചിട്ടുള്ള പക്ഷേ PAB നോട്ടീസ് ആവർത്തിക്കാൻ അത്ര കൊള്ളാത്ത പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ പ്രധാനമന്ത്രി നാളെ ഇതിന് മറുപടി പറയും. വീണ്ടും ഈ വർഗീയ ചർച്ചകളിലേക്ക് തന്നെ ബാക്ക് ടു എന്ന അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കൊണ്ട് എത്തിച്ചു എന്ന് പറയാൻ കഴിയുമോ ജിൻഡോ? ഒരു രീതിയിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ എടുക്കുന്ന ഒരു ഒറ്റ പോയിന്റ് അത് മാത്രമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ ബാക്കി ഒരു കാര്യം പറയുന്നില്ല. മണിപ്പൂർ പറയുന്നില്ല, നീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല, അദാനി ഉൾപ്പെടെയുള്ള ശതകോടീശ്വരന്മാർ തടിച്ചു വീർക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പറയുന്നില്ല, തൊഴിലില്ലായ്മയെക്കുറിച്ച് ഇതൊന്നിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്നിട്ട് ഇവർ പറഞ്ഞു ഞങ്ങൾ ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്നു എന്ന് പറയുന്നു. ഈ കർഷകർ, ഈ രാജ്യത്തെ സമരം ചെയ്യുന്ന കർഷകർ ഹിന്ദുക്കളല്ലേ? ഈ രാജ്യത്തെ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നപ്പോൾ അതിൽ എഴുതിയ 24 ലക്ഷം ചെറുപ്പക്കാരിൽ ഹിന്ദുക്കളില്ലേ? യുവാക്കള് ഹിന്ദുക്കളല്ലേ? ഇവിടുത്തെ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകള്, മണിപ്പൂരിലെ സ്ത്രീകള്, അവർ ഹിന്ദുക്കളല്ലേ? ദളിതര്, ആദിവാസികൾ, ഇവരാരെയും ഹിന്ദുക്കളായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നില്ലേ? ഈ രാജ്യത്തെ പുൽവാമ അടക്കം ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ പൊട്ടി ചിന്നി ചിതറിപ്പോയ പട്ടാളക്കാരെ നിങ്ങൾ ഹിന്ദുക്കളായിട്ട് കാണുന്നില്ലേ? അപ്പൊ അവരെ ഒന്നും അഡ്രസ് ചെയ്യാത്ത നരേന്ദ്രമോദി ഇനി എന്ത് പറഞ്ഞാലും പഴയ പരിപാടി തന്നെ ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ സന്ദീപ് വാര്യർ പറഞ്ഞ RSSന്റെ യൂണിവേഴ്സിറ്റിയിൽ പരാജയപ്പെട്ട ആളാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത വിജു എന്ന് പറയുന്നു. RSSന്റെ യൂണിവേഴ്സിറ്റിയിൽ വിജയിച്ച ആളാണ് സന്ദീപ് വാര്യർ എന്ന് ഈ ചർച്ചയിലുടനീളം നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവർ സ്യൂഡോ ഹിന്ദു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് ചാർത്തി തന്നു എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും ചാർത്തി തന്നില്ല. നിങ്ങൾ സത്യത്തെക്കുറിച്ച് പറയേണ്ടതിന് പകരം അസത്യം പറയുമ്പോൾ നിങ്ങൾ ഹിന്ദു ആണെന്ന് വീണ്ടും പറയുന്നു. നിങ്ങൾ അഹിംസയെക്കുറിച്ച് പറയുന്നതിന് പകരം ഹിംസയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഹിന്ദു ആണെന്ന് പറയുന്നു. ശരിക്കും ആരാണ് സന്ദീപ് വാര്യരെ ഹിന്ദു? സ്വയം ഹിന്ദു എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ആളുകൾ ഈ രാജ്യത്തുണ്ടെന്നാണ് സന്ദീപ് വാര്യർ അവകാശപ്പെടുന്നത്. ഒരാൾക്ക് ഞാൻ എന്താണെന്നുള്ള അസ്തിത്വത്തിൽ സംശയമുള്ളപ്പോഴാണ് അത് പറഞ്ഞു നടക്കേണ്ടി വരുന്നത്. ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനെ പോലും എൻ്റെ ചുറ്റുവട്ടത്ത് ഈ 40 വയസ്സിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പൂർത്തിയാക്കട്ടെ. അപ്പൊ സംശയമുള്ള ആളുകൾ ഇത് പറഞ്ഞു പരത്തും. അല്ലാത്ത ആളുകൾക്ക് ഉത്തമ ബോധ്യമുള്ളത് അവർ ജീവിച്ച് കാണിക്കും. ഒന്നാമത്തെ കാര്യം. 2, താങ്കൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പ്രസ്താവനയെ കുറിച്ച് കേട്ടിട്ടില്ല. പക്ഷെ സാം മനേക്ഷായെ കുറിച്ച് ആരോ പറഞ്ഞത് എന്ന് പറഞ്ഞ് താങ്കൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ടെന്ന് പറയുന്നു. സന്ദീപ് വാര്യർ ചുമ്മാ ചെളി വാരി എറിയാൻ നടക്കാതെ കാര്യമായിട്ട് പറയൂ. രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗത്തിലെ ഓരോ പോയിന്റിനെയും ഖണ്ഡിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പറയാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു സെക്കൻഡ്. അദ്ദേഹം ഹിന്ദു ആണെന്ന് സ്വയം പറയുന്നത് അതിൽ സംശയമുള്ളത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ ജനുധാരി ബ്രാഹ്മണാണ് ഞാൻ ഒരാൾ പറഞ്ഞാൽ അത് അദ്ദേഹം സ്വയം സംശയമുള്ളത് കൊണ്ട് പറയുന്നതായിരിക്കും.
ആണോ ജിൻഡു? അല്ല, അത് നിരന്തരം അതെങ്ങനെയാ? അല്ല അല്ല, നിരന്തരം അതെങ്ങനെയാ? അപ്പൊ ജനുധാരി ബ്രാഹ്മണാന്ന് അതിന് സംശയമുണ്ട്. ചോദ്യം ചോദിച്ചാൽ സംശയം. ഇതേ കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറയാൻ അവസരം തരും. താങ്കൾ ലോക്സഭാ സ്പീക്കറെ പോലെ ആകലെന്നേ. ഞങ്ങളും പറയട്ടെ, രാഹുൽ ഗാന്ധിയെ കുറിച്ച് നിരന്തരം നിങ്ങൾ വർഗീയവാദിയാണെന്നും മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി അയാൾ ഒരു പ്രാക്ടീസിംഗ് ഹിന്ദു ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ബോധ്യമുണ്ട്. നിങ്ങൾ രാഹുൽ ഗാന്ധി ഹിന്ദു ആണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് അംഗീകരിക്കാത്ത? റൗൾ വിൻസി എങ്ങനെയാണെന്ന് അദ്ദേഹം പറയട്ടെ ഹിന്ദു ആണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് രാഹുലിനെ ഹിന്ദു അംഗീകരിക്കില്ല. ഹിന്ദു ആണെന്ന് എനിക്കറിയില്ല. അപ്പൊ രാഹുൽ ഹിന്ദു അംഗീകരിക്കില്ല. അപ്പൊ രാഹുൽ ഹിന്ദു സന്ദീപ് അംഗീകരിക്കില്ല. അപ്പൊ രാഹുൽ ഹിന്ദു സന്ദീപ് അംഗീകരിക്കില്ല. അങ്ങനെയാണോ? അപ്പൊ രാഹുൽ ഹിന്ദു സന്ദീപ് അംഗീകരിക്കില്ല. മോദി മാത്രം ഹിന്ദു ഉള്ളൂ, ഷാ മാത്രം ഹിന്ദു. കൊച്ചുകൂടി എത്ര ശിവചരിത്രമുണ്ടെന്നാലും രാഹുൽ ഹിന്ദു എന്ന് BJP അംഗീകരിക്കില്ല. രാഹുലിന് ആവശ്യമില്ല. എന്നാലും BJPയുടെ ഒരു കുറെ കാലമായിട്ടുള്ള പ്രചരണത്തിന്റെ ഒരു ഉദാഹരണമാണ് ശ്രീ സന്ദീപ് വാര്യർ പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധി ഒരു ഹിന്ദു അല്ല, അദ്ദേഹം ഒരു ഇസ്ലാമിക സിമ്പതൈസർ ആയിട്ടുള്ള എന്തോ ഒരു സങ്കര ഇനം എന്നൊക്കെയാണ് പല സാധാരണ സംസാരത്തിലൊക്കെ പലപ്പോഴും ഈ BJP നേതാക്കളൊക്കെ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കളിയാക്കി സംസാരിക്കാറുള്ളത്. പക്ഷേ അത് വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു ആരോപണമാണ്. അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛന്മാർ മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു ഇവരെല്ലാം കാശ്മീരി പണ്ഡിറ്റുകളാണ്. ഈ കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് വിലപിക്കുന്ന അതേ BJP ആണ് രാഹുൽ ഗാന്ധിയെ എന്തോ ഒരു ഹൈബ്രിഡ് ഹിന്ദു ആയിട്ട് കണക്കാക്കുന്നത്. ഒറ്റവാചകം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയോ? സന്ദീപ് വാര്യർ തുടക്കത്തിൽ പറഞ്ഞു അവര് RSSന്റെ യൂണിവേഴ്സിറ്റിയിൽ വിജയിച്ചത് കൊണ്ടാണ് അങ്ങനെ നുണ പറയുന്നത്. RSSന്റെ യൂണിവേഴ്സിറ്റിയിൽ പരാജയപ്പെട്ട മനുഷ്യർക്ക് സത്യം തിരിച്ചറിയാൻ പറ്റും. ചുരുങ്ങിയ വാക്കുകൾ. ശ്രീ ബിജു RSS യൂണിവേഴ്സിറ്റിയിൽ പരാജയപ്പെട്ട വിദ്യാർത്ഥിയാണോ ബിജു? അല്ല, ഇവര് ഏറ്റവും കൂടുതൽ നുണ പറയുന്ന ഹിപ്പോക്രാറ്റായ മോഡിയാണോ വിജയിച്ച RSSന്റെ യൂണിവേഴ്സിറ്റിയിൽ വിജയിച്ച ആള്? ഇതാണ് സന്ദീപ് വാര്യരോട് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ RSSന്റെ 2 പ്രധാനമന്ത്രിമാർ വാജ്പേയിനെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിനെയും RSS പ്രചാരക് ഷിപ്പിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എന്തിനാണ് ആ പുറത്താക്കിയ കാര്യം അവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ നിങ്ങൾ വിജയിച്ചതായിട്ടാണോ കരുതുന്നത്? ഒന്ന് സന്ദീപ് വാര്യർ ഒന്ന് പറയണം. സന്ദീപ് വാര്യർ അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ നാട്ടിൽ പരംവൈഭവം എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് സന്ദീപ് വാര്യർ വേറെ ഏതോ രാജ്യത്ത് ജോലി ചെയ്ത് ആ നാട്ടിൽ പരംവൈഭവം ഉണ്ടാക്കാൻ നടന്ന ആളാണ്. ആ സമയത്തും നമ്മൾ ഈ പരംവൈഭവം എന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഞാനൊരു സ്വദേശി സങ്കല്പത്തിൽ വിശ്വസിച്ച് സംഘപരിവാർ സംഘടനകളിൽ വന്ന ഒരാളാണ്. ആ സ്വദേശി സങ്കല്പത്തെ തീരെഴുതി വിറ്റു തുലയ്ക്കുന്നവരായിട്ട് സംഘപരിവാർ സംഘടനകൾ മാറിയപ്പോഴാണ് ഞാൻ പുറത്തു വന്നിട്ടുള്ളത്. ഇത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം എന്നാണ് എന്റെ ഒരു എളിയ അഭ്യർത്ഥന. പരംവൈഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിവേകാനന്ദൻ പല വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വിദേശ രാജ്യത്ത് പോകുന്നത് ജോലി എന്ന ഒരു കുറ്റകരമായിട്ടുള്ള കാര്യം. അത് തെറ്റാണെന്ന് ഞങ്ങൾ സമയം കഴിയണം. എന്തായാലും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും സഭയിൽ സാന്നിധ്യം അറിയിച്ച ദിവസമാണ്. അപ്പോൾ ഇനി വരുന്ന അങ്ങോട്ട് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വ്യവഹാരങ്ങളിൽ ഉണ്ടാകുന്ന ചർച്ചകളിൽ പ്രതിപക്ഷം ഏത് രീതിയിൽ സഭയിൽ പെരുമാറുമെന്നതിന് കൃത്യമായ സൂചനയുമായി. എന്തായാലും ജനാധിപത്യം വിജയിക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ.